Tom, so you should not come like that, okay? You can play from here. ഒരു 2 minutes വെയിറ്റ് ചെയ്യാം. കുറച്ച് ആൾക്കാരും കൂടി കയറാനുണ്ട്. ഓക്കെ, ഇത് നമുക്ക് സ്റ്റാർട്ട്. അതെ ആവല്ല പ്രശ്നമല്ല, സൈഡ് ഇട്ടാ ഷമീൽ സാർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോ ഗുഡ് ഈവനിങ് ഓൾ. പരിചയമുള്ള ആളാണ്. കഴിയുന്നതും എല്ലാവരും വീഡിയോ ഓൺ ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു. കാരണം ഒരു ഇന്ററാക്റ്റീവ് സെഷനായിട്ട് കൊണ്ടുപോകാം. പിന്നെ നമുക്കറിയാം ലേബർ ലോയിൽ ഒരുപാട് ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുവാണ്. ഇപ്പം ന്യൂ ലേബർ കോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതേപോലെ തന്നെ ഇപ്പം എനിക്കൊന്ന് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള സംഭവമാണ് പോഷ് ആക്ട്. ഇപ്പോൾ കാരണം പോഷ് ആക്ടിലും ഇപ്പം ലേബർ ഓഫീസർക്ക് വിളിച്ച് തുടങ്ങി, കാരണം നിങ്ങൾ പോഷ് ആക്ടിൽ രജിസ്റ്റർ ചെയ്യണം, അങ്ങനെ അതും. അപ്പൊ ലേബർ ആക്ട് വളരെ ഇമ്പോർട്ടന്റ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ പല കമ്പനികളിലൊക്കെ പോയിട്ട് നിങ്ങൾ ആ കംപ്ലൈൻസ് ചെയ്യണം എന്ന് പറയുമ്പോൾ പലരും പറയാറ് അവര് ചെയ്യുന്നില്ല, ഇവര് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാനും ചെയ്യുന്നില്ല എന്നുള്ള ഇതിലാണ് പലരും ഇന്ന് നിൽക്കുന്നത്. കാരണം അവരെ പിടിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്യണം എന്നുള്ള അതൊരു കറക്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് അല്ല നമ്മൾ ചെയ്യേണ്ടത്. കാരണം മറ്റുള്ളവർ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കണം എന്നല്ല. അത് നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമായ സംഭവങ്ങൾ നമ്മൾ കൃത്യമായും ചെയ്യണം. അല്ലെങ്കിൽ വലിയ പെനാൽറ്റികൾ, പോഷാക്കിലൊക്കെ വലിയ പെനാൽറ്റികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ കിട്ടിയിരിക്കുന്നത് ഷമീൽ സാറിനെയാണ്. ഷമീൽ സാറിന് എനിക്ക് 2015 മുതലുള്ള ഒരു പരിചയമാണ്. എറണാകുളത്ത് നന്നായി എറണാകുളത്ത് പ്രധാനപ്പെട്ട ഒരു ലേബർ ലോ കൺസൾട്ടന്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഷമീൽ സാറാണ്. ഒരുപാട് കാര്യങ്ങൾ അഡ്വക്കേറ്റ് ആണ്. അതേപോലെ തന്നെ ഈ പോഷ് ആക്ടിന്റെ സെഷൻസുകൾ, ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഇതുപോലുള്ള വേജ് കോഡും ഇത് ഇങ്ങനെയുള്ള സെഷൻസ് എടുക്കാറുണ്ട്. ESI PF അങ്ങനെ ഒരുപാട്. സാറിന്റെ പ്രൊഫൈല് ഇപ്പൊ അയച്ചു തന്നപ്പോഴാണ് മനസ്സിലായത് ഏതാണ്ട് ലേബറിന്റെ ഇത്രയും കാര്യങ്ങൾ ലേബർ ആക്ടിൽ ഉണ്ടോ എന്നുള്ളത് തന്നെ മനസ്സിലായത് ഇപ്പോഴാണ്. അപ്പോൾ ഒരുപാട് സ്നേഹം, ഈ നമ്മളെ ഇൻവിറ്റേഷൻ കൊണ്ടുവന്നതിന് ഒരുപാട് സ്നേഹം, സന്തോഷം. ഇപ്പോൾ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ഞാൻ സാറിനെ ക്ഷണിക്കുന്നു. ഓവർ ടു യു സാർ. ഓക്കെ, ബൈജു പറഞ്ഞ പോലെ എന്നെപ്പറ്റി എല്ലാ കാര്യങ്ങളും ബൈജു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഞാൻ എന്നെപ്പറ്റി പ്രത്യേകം ഇനി പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും വന്നതുപോലെ മെയിനായിട്ട് വന്നിരിക്കുന്ന കോഡിനെ കുറിച്ചുള്ള ക്ലാസ്സിനാണല്ലോ. അപ്പൊ ഞാൻ ഡയറക്റ്റ് സ്ട്രൈറ്റ് അവേ ഐ വിൽ ഗോ ടു ദി കോഡ് സെക്ഷൻ. ഞാൻ ആദ്യം ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് നോക്കാം. ഇതാക്കാം, ഒരു മിനിറ്റ് സാറേ, കോ ഹോസ്റ്റ് ആക്കാം. ഓക്കെ, ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ അല്ലേ? സൗണ്ട്, സ്ക്രീൻ എല്ലാം ഓക്കെ അല്ലേ? സ്ക്രീൻ വന്നില്ല. സ്റ്റാർട്ട്. ഓക്കെ, പിന്നെ അതൊരു ഫുൾ ഇതാക്കിയാൽ മതി സാറേ. ഓക്കെ, ഫുൾ സ്ക്രീൻ ആക്കിയിരിക്കുന്നത്. ഓക്കെ 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 ഓക്കെ
ഓക്കെ, കുഴപ്പമില്ല, കാണുന്നുണ്ടല്ലോ. Yes, കാണാം. ഓക്കെ, അപ്പോ ഈ കോഡ് വരുന്ന മുമ്പ് ഓൾ ടുഗദർ 29 ആക്ട് ഉണ്ടായിരുന്നു. ശരിക്കും ലേബർ ലോ 44 ആക്ട് ഉണ്ട്. പക്ഷെ ഈ കോഡ് ശരിക്കും ഈ 29 ആക്ട് റിപ്പീൽ ചെയ്തിട്ടാണ് ഈ പറയുന്ന 4 കോഡ് വന്നിരിക്കുന്നത്. അപ്പോൾ മുമ്പ് ഈ കോഡ് വരുന്ന മുമ്പ് 29 ആക്ട് ഉണ്ടായിരുന്നു. ആ ആക്ട് ആണ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കോഡ് ഇംപ്ലിമെന്റ് ആയത് 21 നവംബർ 2025 ആണ്. അപ്പൊ അന്ന് തൊട്ട് നമുക്ക് ഈ ലേബർ ഈ കോഡ് പ്രകാരമുള്ള കംപ്ലൈൻസ് ആണ് അല്ലെങ്കിൽ കോഡ് പ്രകാരമുള്ള നിയമങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ കോഡ് എന്ന് പറഞ്ഞാൽ കോഡ് ഓഫ് വേജസ് ആണ്. പിന്നെ രണ്ടാമത്തെ ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ്, പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി കോഡ്, ദെൻ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡ്. ഫസ്റ്റ് ഡയറക്ട്ലി ഞാൻ കോഡ് ഓൺ വേജസിലേക്ക് കിടക്കാം. ഈ പറയുന്ന 4 ആക്ട് ആണ് ഈ കോഡ് ഓൺ വേജസിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന 4 ആക്ട് റിപ്പീൽ ആയിരിക്കുകയാണ്, അതായത് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഈ 4 ആക്ട് എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്, ദി പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്, ദി മിനിമം വേജസ് ആക്ട്, ദി ഈക്വൽ എംപ്ലോയ്മെന്റ് ആക്ട്. ഈ പറയുന്ന 4 ആക്ട് ആണ് ഈ കോഡ് ഓൺ വേജസിലേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന 4 ആക്ട് 21 നവംബർ 2025 മുതൽ പ്രാബല്യത്തിൽ ഇല്ല. കോഡ് ഓൺ വേജസ് ആണ് അതിന് പകരം വന്നിരിക്കുന്ന നിയമം. പിന്നെ ഉള്ളത് ഈ പഴയ ആക്ട് പ്രകാരം അല്ലെ പഴയ നിയമപ്രകാരം ഈ മിനിമം വേജസ് എല്ലാവർക്കും കൊടുക്കണമെന്ന് നിയമം ഉണ്ടായിരുന്നില്ല. അതായത് ഷെഡ്യൂൾഡ് എംപ്ലോയ്മെന്റിന് വേണ്ടി മാത്രം, അതായത് ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന എംപ്ലോയീസിന് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റിന് വേണ്ടി മാത്രമാണ് ഈ പറയുന്ന മിനിമം വേജസ് ആക്ട് അപ്ലിക്കബിൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ പുതിയ ആക്ട് പ്രകാരം ഈ മിനിമം വേജസ് എല്ലാ എംപ്ലോയീസിനും എല്ലാ കമ്പനിക്കും എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റിനും അപ്ലിക്കബിൾ ആണ്. അതിന്റെ അർത്ഥം ഈ കോഡ് വന്ന ശേഷം എല്ലാ എംപ്ലോയീസിനും ഒരു മിനിമം വേജസ് കൊടുത്തിരിക്കണം. മുമ്പ് ഷെഡ്യൂൾഡ് എംപ്ലോയ്മെന്റിലെ കേസിൽ ആ ഷെഡ്യൂളിൽ വരുന്ന എംപ്ലോയീസിനും അല്ലെങ്കിൽ കമ്പനികൾക്ക് വേണ്ടി മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ കോഡ് പ്രകാരം എല്ലാ കമ്പനികളും ഈ മിനിമം വേജസ് കൊടുത്തിരിക്കണം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട വ്യത്യാസം വന്നിരിക്കുന്നത്, മുമ്പത്തെ ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് പ്രകാരം മെയിലിനെ ഫീമെയിലിനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ കോഡ് പ്രകാരം ആസ് പെർ ദി ന്യൂ കോഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദി ജെൻഡേഴ്സ്, അതായത് ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടെ മെയിൽ ഫീമെയിൽ ആൻഡ് ഓൾ ജെൻഡേഴ്സ്, അതായത് എല്ലാ ജെൻഡേഴ്സിനും കൂടെയാണ് ഈ കോഡ് അപ്ലിക്കബിൾ ഉള്ളത്. അതിന്റെ അർത്ഥം എല്ലാ ജെൻഡേഴ്സും ഈ കോഡ് അപ്ലിക്കബിലിറ്റി ഉണ്ട്. പിന്നെ ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ, പ്രധാനപ്പെട്ട മാറ്റം വന്നിരിക്കുന്നത്. അതായത് മുമ്പാണെങ്കിൽ ഓരോ ആക്ടിനും ഓരോ നിയമത്തിനും പല ഡെഫിനിഷൻ, വേജസിന്റെ ഡെഫിനിഷൻ വേറെ ആയിരുന്നു. പക്ഷെ ഈ കോഡ് വന്ന ശേഷം ഈ വേജസിന്റെ ഡെഫിനിഷൻ എൻറ്റയർലി മാറിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഈ വേജ് ഡെഫിനിഷൻ എല്ലാ കോഡിലും ബാധകമാണ്. ഈ പറയുന്ന 4 കോഡിലും ഈ വേജ് ഡെഫിനിഷൻ എന്താണ് വേജസ് എന്ന് പറയുന്നുണ്ട്. ആ കോഡ് 4 കോഡിലും ഒരേ വേജസ് ഒരേ ഡെഫിനിഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തെല്ലാം വേജസ് ആയി വരുന്നത്. വേജസ് മീൻസ് ഓൾ റെമ്യൂണറേഷൻ പേബിൾ ടു എൻ എംപ്ലോയി ബൈ ദി എംപ്ലോയർ ബൈ വേ ഓഫ് സാലറി ഓർ അലവൻസസ് എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്. അതായത് നിങ്ങൾ ഒരു എംപ്ലോയിക്ക് എന്തെല്ലാം അലവൻസും കൊടുക്കുന്നു അല്ലെങ്കിൽ ഏതെല്ലാം സാലറി കൊടുക്കുന്നു, ആ സാലറി എല്ലാം നിങ്ങൾ അപ്പോയിന്റ് ഓർഡറിൽ അല്ലെങ്കിൽ അപ്പോയിന്റ് ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അലവൻസും അല്ലെങ്കിൽ ആ സാലറി എല്ലാം വേജസ് ആയി കണക്കാക്കും. പിന്നെ വേജസിൽ എന്തെല്ലാം ഇൻക്ലൂഡഡ് ആണ്? വേജസ് മീൻസ് ബേസിക് പേ പ്ലസ് ഡിയർനെസ് അലവൻസ് പ്ലസ് റീറ്റെയിനിങ് അലവൻസ്. ഈ 3 കോമ്പോണന്റ് മാത്രമല്ല വേജസ്, പക്ഷെ ഈ കോമ്പോണന്റ് ഈ 3 കോമ്പോണന്റും കൂടിയാണ് വേജസ് കാറ്റഗറി വരുന്നത്. അതിന്റെ അർത്ഥം ഈ ബേസിക് പേ, DA ആൻഡ് റീറ്റെയിൻ അലവൻസ് മാത്രമല്ല വേജസ് വരുന്നത്, വേറെ അലവൻസുകൾ കൂടി ഈ വേജസ് ഡെഫിനിഷൻ വരുന്നുണ്ട്. ആ അലവൻസ് നിങ്ങൾ അപ്പോയിന്റ് ഓർഡറിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അലവൻസും കൂടെ ഈ വേജസിൽ പെടുന്നതാണ്. പിന്നെ നമുക്ക് ചില കാര്യങ്ങൾ ഈ വേജസിൽ എക്സ്ക്ലൂഡഡ് ആണ്, അതായത് ഇൻക്ലൂഷൻ ഇല്ല. അതായത് വേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ക്ലൂഷൻ ഓഫ് വേജസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വേജ് ഡെഫിനിഷനിൽ 4 പാർട്ടാണുള്ളത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് പാർട്ടാണ് കോമ്പോണന്റ്സ് ഇൻ വേജസ്. തേർഡ് പാർട്ടാണ് ഐറ്റം എക്സ്ക്ലൂഡഡ് ഫ്രം വേജസ്. അതായത് ഈ വേജസ് ഡെഫിനിഷനിൽ എന്തെല്ലാം എക്സ്ക്ലൂഡഡ് ആണെന്നാണ് ഈ വേജസ് ഡെഫിനിഷനിൽ പറയുന്നത്. അതായത് ലീഗൽ ബോണസ്, സ്റ്റാറ്റ്യൂട്ടറി ബോണസ് വേജസ് അല്ല. ട്രാവലിംഗ് അലവൻസ് അല്ലെങ്കിൽ കൺവീനിയൻസ്, അതും വേജസ് അല്ല. പിന്നെ അവാർഡ് പേ, ഏതെങ്കിലും അവാർഡ് ത്രൂ ഏതെങ്കിലും സെറ്റിൽമെന്റ് ത്രൂ കൊടുക്കുന്ന പേയ്മെന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ എക്സ്പെൻസ് ആണെങ്കിൽ അതും
ഈ വേജ് ഡെഫിനേഷനിൽ വരുന്നില്ല. പിന്നെ നോൺ മോണിറ്ററി ബെനിഫിറ്റ്, അതായത് വാല്യൂ ഓഫ് ഹൗസ് അക്കോമഡേഷൻ, യൂട്ടിലിറ്റീസ്, മെഡിക്കൽ കെയർ ഓർ അതർ ഗവൺമെന്റ് റിലേറ്റഡ് ബെനിഫിറ്റ്സ്. അതായത് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, കമ്പനി ഒരു എംപ്ലോയിക്ക് ഒരു അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട്, പക്ഷെ ആ കമ്പനി ആ എംപ്ലോയിക്ക് ഡയറക്റ്റ് അല്ല ഈ പറയുന്ന ഹൗസ് റെന്റ് അലവൻസ് കൊടുക്കുന്നത്. അത് ലാൻഡ് ലോഡിനോ കൊടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കമ്പനിയുടെ സ്വന്തം പ്രോപ്പർട്ടി ആയിരിക്കാം. അപ്പോൾ അതിന്റെ ഒരു വാല്യൂയും കൂടെ കണക്കാക്കുമ്പോൾ ആ വാല്യൂ വേജസ് ആയി പെടൂല. പിന്നെ സ്പെഷ്യൽ എക്സ്പെൻസസ്, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ എക്സ്പെൻസ് ഇൻക്വയർ ചെയ്താൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ എക്സ്പെൻസ് ഓൺ ആൻ ആക്ച്വൽ ബേസിസ് നിങ്ങൾ ഇൻക്വയർ ചെയ്താൽ ആ എക്സ്പെൻസസും വേജസിന് എക്സ്ക്ലൂഡഡ് ആണ്. പിന്നെ ഓവർ ടൈം ആൻഡ് കമ്മീഷൻ, ഓവർ ടൈം പേയ്മെന്റും ഈ വേജസിൽ എക്സ്ക്ലൂഡഡ് ആണ്, കമ്മീഷനും ഈ വേജസിൽ എക്സ്ക്ലൂഡഡ് ആണ്. പിന്നെ ടെർമിനേഷൻ ബെനിഫിറ്റ്സ്, അതായത് ഗ്രാറ്റുവിറ്റി, റിട്രീറ്റ്മെന്റ് കോമ്പൻസേഷൻ, റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ഓർ എക്സ്ഗ്രേഷ്യ പേയ്മെന്റ്, ഈ പറയുന്ന ടെർമിനേഷൻ ബെനിഫിറ്റ്സ് എല്ലാം വേജസിൽ ഇൻക്ലൂഡഡ് അല്ല. ഇതാണ് എക്സ്ക്ലൂഷൻ പാർട്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വേജസിൽ നിന്ന് എക്സ്ക്ലൂഡഡ് ആണ്, പ്രൊവൈഡഡ്. അതിനകത്തൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് നിങ്ങളെ ഗ്രോസ് ഒരു 100 rupees ആണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ ബേസിക് വേജസ് അല്ലെങ്കിൽ വേജസ് എന്തായാലും മിനിമം 50 rupees എങ്കിലും വേജസ് കാറ്റഗറിയിൽ വരണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇപ്പോ ഈ എക്സ്ക്ലൂഷൻ എമൗണ്ട് ഉണ്ടല്ലോ, ഈ എക്സ്ക്ലൂഷൻ എമൗണ്ട് ഒരിക്കലും 50 ഗ്രോസ് എമൗണ്ടിന്റെ 50% വരാൻ പാടില്ല. എക്സ്ക്ലൂഷൻ എമൗണ്ട് ഗ്രോസിന്റെ 50% എങ്കിലും വരാൻ പാടില്ല. ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു എക്സാമ്പിൾ ബേസ്ഡ് പറഞ്ഞു തന്നാലും കുറച്ചും കൂടെ മനസ്സിലാവും. അടുത്ത സ്ലൈഡിൽ എക്സാമ്പിൾ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ടോട്ടൽ റെമ്യൂണറേഷൻ എന്ന് ചോദിച്ചോ, ഇഫ് യുവർ ടോട്ടൽ റെമ്യൂണറേഷൻ ഇസ് 40,000, ടോട്ടൽ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വേജസ് പ്ലസ് എക്സ്ക്ലൂഷൻസ്, ഇൻക്ലൂഷൻ ആസ് വെൽ ആസ് എക്സ്ക്ലൂഷൻ ആണ് ഈ പറയുന്ന ടോട്ടൽ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. ഈ ടോട്ടൽ റെമ്യൂണറേഷൻ ഈ പറയുന്ന എക്സാമ്പിൾ പ്രകാരം 40,000 ആണെങ്കിൽ അതിന്റെ 50% 20,000 ആണ്. പക്ഷെ നിങ്ങൾ ബേസിക് ആൻഡ് ഡി, അതായത് ബേസിക് ആൻഡ് ഡി അല്ലെങ്കിൽ നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ഓർഡറിൽ പറഞ്ഞേക്കുന്ന അലവൻസസ് 15,000 ആണെങ്കിൽ ഈ 50% ഓഫ് റെമ്യൂണറേഷൻ 40,000 അല്ലേ, അപ്പോൾ 20,000 ആണ് ഈ 50% വരുന്നത്. അപ്പോൾ 15,000-ഉം 20,000-ഉം കമ്പയർ ചെയ്യുമ്പോൾ 15,000 20,000-നെക്കാട്ടും കുറവാണ്. അപ്പൊ അതിന്റെ അർത്ഥം 5,000 ഡിഫറൻസ് ഉണ്ട്. ആ 5,000 ഡിഫറൻസ് നിങ്ങൾ വേജസ് ആയി കണക്കാക്കും. അതിന്റെ അർത്ഥം നിങ്ങൾ ടോട്ടൽ റെമ്യൂണറേഷൻ 40,000 ആണെങ്കിൽ നിങ്ങളെ ആക്ച്വൽ വേജസ് ഡെഫിനേഷൻ, ഈ ഡെഫിനേഷൻ പ്രകാരമുള്ള ആക്ച്വൽ വേജസ് 20,000 ആയിരിക്കും. അതാണ് എക്സാം നമ്പർ 1 പറയുന്നത്. എക്സാം നമ്പർ 2 ടോട്ടൽ റെമ്യൂണറേഷൻ 40,000 ആണ്, ഇൻക്ലൂഡഡ് പേ 25,000 ആണെന്ന് ചോദിച്ചോളൂ. അതായത് ബേസിക് ആൻഡ് ഡി, അതായത് വേജസ് കാറ്റഗറിയിൽ വരുന്ന ബേസിക് ആൻഡ് ഡി ആണ്. അത് 25,000 ആണെങ്കിൽ ഈ 50% ടോട്ടൽ റെമ്യൂണറേഷൻ 20,000 ആണല്ലോ. പക്ഷെ നിങ്ങൾ കൊടുക്കുന്നത് 25,000 ആണ്. അതായത് 5,000 നിങ്ങൾ എക്സ്ട്രാ ആണ് കൊടുക്കുന്നത്. അങ്ങനെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അത് 50% ഓഫ് ദി ടോട്ടൽ റെമ്യൂണറേഷൻ ഈ ഇൻക്ലൂഡഡ് പേനെക്കാട്ടിയും കുറവാണ്. അപ്പൊ അതിന്റെ അടുത്ത് നിങ്ങൾ ഇൻക്ലൂഡഡ് പേ ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. 25,000 എക്സാമ്പിൾ പ്രകാരം 25,000 കൊടുക്കണം. അപ്പൊ ഈ കേസിൽ 20,000 അല്ല കൊടുത്തത്, 20,000 അല്ല കൊടുത്തത്, 25,000 കൊടുക്കണം. കാരണം ഓൾറെഡി ഇൻക്ലൂഡഡ് പേ 25,000 ആണ്. അതുകൊണ്ട് നിങ്ങൾ ഏതായാലും 50% ആണെന്ന് ചോദിച്ചിട്ട് 20,000 ആയി നിങ്ങൾക്ക് വേജസ് കണക്കാക്കാൻ പറ്റൂല. നിങ്ങൾ 25,000 തന്നെ കണക്കാക്കണം. കാരണം ഇൻക്ലൂഡഡ് പേ 25,000 ആയതുകൊണ്ട് ഈ 25,000 തന്നെ കണക്കാക്കണം. കാരണം 50% മുകളിലാണ് 25,000. 50% മുകളിൽ 25,000 ആണെങ്കിൽ അത് ആ പേയ്മെന്റ് തന്നെയാണ് വേജസ് ആയി കണക്കാക്കേണ്ടത്. പിന്നെ തേർഡ് എക്സാമ്പിൾ പറഞ്ഞാൽ ടോട്ടൽ റെമ്യൂണറേഷൻ 40,000 ആണ്, ഇൻക്ലൂഷൻ 20,000, എക്സ്ക്ലൂഷൻ 20,000. ആ 50% ഓഫ് ദി ടോട്ടൽ റെമ്യൂണറേഷൻ ഈസ് 20,000. അതുകൊണ്ട് ബേസിക്കും 20,000 ആണ്, 50% ഓഫ് ദി ഗ്രോസും 20,000 ആണ്. അതുകൊണ്ട് നിങ്ങൾ ഏതായാലും അത് മാറ്റുന്ന ആവശ്യമില്ല. 20,000 ആണ് ബേസിക് ആൻഡ് വേജസ്, ബേസിക് ആൻഡ് ഡി എ വരുന്നത്. അതായത് ഇൻക്ലൂഷൻ വരുന്നത് 20,000 തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ 20,000 തന്നെ കൊടുക്കുക. ഇതാണ് മൂന്ന് എക്സാമ്പിൾ. പിന്നെ വേറൊരു പാർട്ട് കൂടെ ഉണ്ട്, അത് വേജസ് ഇൻ കൈൻഡ്. വേജസ് ഇൻ കൈൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഏതെങ്കിലും ഹൗസ് അക്കോമഡേഷൻ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എംപ്ലോയീസിന്റെ കൈ കൊടുക്കുന്നില്ല, നിങ്ങൾ ലാൻഡ് ലോഡിന്റെ അടുത്താണ് കൊടുക്കുന്നത്.
അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആ എക്സ്പെൻസ് നിങ്ങൾ വേറെ ആർക്കെങ്കിലായിരിക്കും കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ മെഡിക്കൽ കെയറിനായിരിക്കും കൊടുക്കുന്നത്. മെഡിക്കൽ കെയർ നിങ്ങൾ ഡയറക്റ്റ് ചിലപ്പോൾ മെഡിക്കൽ കെയർ നിങ്ങൾ ഡയറക്റ്റ് ഹോസ്പിറ്റൽസിനായിരിക്കും കൊടുക്കുന്നത്. ആ കെയർ ആ എമൗണ്ട് എല്ലാം, ആ എമൗണ്ട് ടോട്ടൽ എമൗണ്ട്, അതായത് വേജസ് ഓഫ് കൈൻഡിന്റെ 15% ഈ പറഞ്ഞ വേജസിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ 100 rupees ആണ് നിങ്ങളെ നോൺ മോണിറ്ററി ബെനിഫിറ്റ്, അതായത് നിങ്ങളെ വാല്യൂ ഓഫ് ഹൗസ് അക്കോമഡേഷൻ, യൂട്ടിലിറ്റീസ്, മെഡിക്കൽ കെയർ ഓർ അതർ ഗവൺമെന്റ് എക്സ്ക്ലൂഡ് ബെനിഫിറ്റ്, ആ എക്സ്ക്ലൂഡ് ബെനിഫിറ്റ് എല്ലാം 100 rupees ആണെങ്കിൽ അതിന്റെ 15%, അതായത് 15 rupees വേജസിലേക്ക് കണക്കാക്കണം. അതാണ് വേജസ് ഇൻ കൈൻഡ്. അതാണ് വേജസ് ഇൻ കൈൻഡ് എന്ന് പറയുന്നത്. കൈൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എംപ്ലോയീസിന് കൊടുക്കുന്നില്ല, വേറെ ത്രൂ ആ എംപ്ലോയീസിന് ആ ബെനിഫിറ്റ് കിട്ടുന്നു. അതാണ് വേജസ് ഇൻ കൈൻഡ് എന്ന് പറയുന്നത്. ആ എമൗണ്ടിന്റെ 15% ആണ് വേജസ് ആയി കണക്കാക്കുന്നത്. അപ്പൊ ഇതാണ് വേജസ് ഡെഫിനേഷൻ പറയുന്നത്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കുറച്ചും കൂടെ നല്ല തെറോ ആയി നമ്മൾ ഇത് പഠിച്ചാൽ മാത്രമേ നമുക്കിത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് വെരി ഇമ്പോർട്ടന്റ് ഡെഫിനേഷൻ ആണ്. പിന്നെ ഉള്ളത് നാഷണൽ ഫ്ലോർ വേജസ്. അതായത് പുതിയ കോഡ് പ്രകാരം സെൻട്രൽ ഗവൺമെന്റ് ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് വേജസ്, അതായത് സ്റ്റാൻഡേർഡ് മിനിമം വേജസ് സെൻട്രൽ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ഇംപ്ലിമെന്റ് ചെയ്താൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആ പറയുന്ന മിനിമം സ്റ്റാൻഡേർഡിന്റെ കുറച്ച് ഒരിക്കലും മിനിമം വേജസ് നോട്ടിഫൈ ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ സെൻട്രൽ ഗവൺമെന്റ് 50 rupees ആണ് മിനിമം വേജസ് നോട്ടിഫിക്കേഷൻ, മിനിമം വേജസ് ആയിട്ട് നോട്ടിഫൈ ചെയ്തെങ്കിൽ മിനിമം വേജസ് ആയിട്ട് സ്റ്റാൻഡേർഡ് മിനിമം വേജസ് ആയിട്ട് 50 rupees ആണ് നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരിക്കലും 50 rupeesന് താഴെ, അതായത് 50 rupeesന് താഴെ ഒരിക്കലും മിനിമം വേജസ് നോട്ടിഫൈ ചെയ്യാൻ പാടില്ല. ഒന്നെങ്കിൽ ആ 50 rupees അല്ലെങ്കിൽ അതിന്റെ കൂടുതൽ എമൗണ്ട് മാത്രമേ ഈ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെന്റിന് ഈ മിനിമം വേജസ് ആയി നോട്ടിഫൈ ചെയ്യാൻ പാടുള്ളൂ. അതിന്റെ അർത്ഥം ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റിനോ സ്റ്റേറ്റ് ഗവൺമെന്റിനോ മിനിമം വേജസ് നോട്ടിഫിക്കേഷൻ ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് നാഷണൽ ഫ്ലോർ വേജസ്, അതായത് മിനിമം വേജസ് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് സ്റ്റേറ്റ് ഗവൺമെന്റിന് ആ മിനിമം വേജസ് കുറക്കാൻ പാടില്ല. അതാണ് ഈ പുതിയ കോഡ് പറയുന്നത്. പിന്നെ ഉള്ളത് വേറൊരു ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് ഫാസ്റ്റർ സെറ്റിൽമെന്റ് ഫോർ സെപ്പറേറ്റഡ് എംപ്ലോയീസ്. അതായത് പഴയ ആക്ട് പ്രകാരം, പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ മിനിമം വേജസ് ആക്ട് പ്രകാരം ഒരു എംപ്ലോയി റിസൈൻ ചെയ്താൽ, ഒരു എംപ്ലോയി സ്വയമേ റിസൈൻ ചെയ്താൽ ഈ സാലറി എന്ന് കൊടുക്കണമെന്നൊരു പ്രൊവിഷൻ, എന്ന് കൊടുക്കണമെന്നൊരു കാര്യം പഴയ ആക്ടിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ കൺഫ്യൂഷൻ പഴയ ആക്ടിൽ ഉണ്ടായിരുന്നു. ആ കൺഫ്യൂഷൻ ഇപ്പോൾ ഈ കോഡ് വന്നപ്പോൾ തീർത്തിട്ടുണ്ട്. ഈ കോഡ് പ്രകാരം ഒരു എംപ്ലോയി റിസൈൻ ചെയ്താലോ, ഡിസ്മിസ് ചെയ്താലോ, റിട്ടയർ ചെയ്താലോ, സെപ്പറേഷൻ ചെയ്താലോ, ഏതെങ്കിലും കാരണം കൊണ്ട് റിസൈൻ ചെയ്താലോ, എന്ത് കാരണം വന്നാലും ആ എംപ്ലോയിയുടെ സാലറി 2 working daysനുള്ളിൽ കൊടുത്തിരിക്കണം. അത് എന്നാണോ അയാൾ റിസൈൻ ചെയ്യുന്നത്, എന്നാണോ അയാൾ ടെർമിനേറ്റ് ചെയ്യുന്നത്, എന്നാണോ അയാൾ റിട്ടയർ ചെയ്യുന്നത്, ആ ദിവസത്തിന്റെ 2 ദിവസത്തിനുള്ളിൽ 48 hours നിങ്ങൾ സാലറി എല്ലാം മൊത്തം കൊടുത്തിരിക്കണം. പിന്നെ ഉള്ളത് റിസൈൻ ചെയ്യാത്ത എംപ്ലോയി ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മന്തിന്റെയും 7th day ആണ് നിങ്ങൾ സാലറി കൊടുക്കേണ്ടത്. അതായത് മുമ്പ് 2 കണ്ടീഷൻ ഉണ്ടായിരുന്നു. 1000 എംപ്ലോയീസ് താഴെയാണെങ്കിൽ 10th, 1000 എംപ്ലോയീസിന് താഴെയാണെങ്കിൽ 7th, 1000 എംപ്ലോയീസിന് മുകളിലാണെങ്കിൽ 10th ആയിരുന്നു. അപ്പൊ ഇപ്പൊ കോഡ് പ്രകാരം എല്ലാ എംപ്ലോയീസിനും 7th തന്നെ സാലറി കൊടുത്തിരിക്കണം. ഈ 7th എന്ന് പറയുമ്പോൾ നിങ്ങൾ വേജ് സൈക്കിളിനെയാണ് 7th എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ വേജ് സൈക്കിൾ 20 to 19 ആണെങ്കിൽ നിങ്ങൾ സാലറി കൊടുക്കേണ്ടത് 26th അതായത് 7 ദിവസം കഴിഞ്ഞിട്ടാണ്. അതായത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 20 to 19 ആണെങ്കിൽ അടുത്ത മാസം 7th അല്ല നിങ്ങൾ സാലറി കൊടുക്കേണ്ടത്. 20 to 19 എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾ 26th നിങ്ങൾ സാലറി കൊടുത്തിരിക്കണം. വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ 25 to 24 ആണ് നിങ്ങൾ സാലറി പീരീഡ് എന്ന് വെച്ചു. അപ്പൊ നിങ്ങൾ എന്തായാലും സാലറി 31st ആകുമ്പോഴത്തേനും കൊടുത്തിരിക്കണം. അതിന്റെ അർത്ഥം 7th day ഓഫ് ദി പേയ്മെന്റ് സൈക്കിൾ, അതാണ് പറയുന്നത്. പിന്നെ സ്റ്റാറ്റ്യൂട്ട് ഓവർ ടൈം റേറ്റ്സിൽ വലിയ വ്യത്യാസമില്ല. ഡബിൾ വേജസ് ആണ്. പഴയ ആക്ട് പ്രകാരം ഡബിൾ വേജസ് ആണ്, പുതിയ ആക്ട് പ്രകാരം ഡബിൾ വേജസ് ആണ്. അതൊന്നും വലിയ മാറ്റമില്ല. പിന്നെ വേറൊരു മാറ്റം വന്നിരിക്കുന്നത് പഴയ ബോണസ് ആക്ട് പ്രകാരം വേജ് സീലിംഗ് 21,000 ആണ്. അതായത് 21,000 താഴെയുള്ളവർക്ക് മാത്രമേ ഈ പറയുന്ന ബോണസ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ബട്ട് ഇപ്പൊ പുതിയ കോഡ് പ്രകാരം ഈ 21,000 സ്ലാബ് എടുത്തു കളഞ്ഞിരിക്കുകയാണ്.
പക്ഷെ ഈ ആക്ട് പ്രകാരം, ഈ കോഡ് പ്രകാരം ദി ഗവൺമെന്റ് ഹാസ് ദി റൈറ്റ് ടു നോട്ടിഫൈ എ ന്യൂ സീലിംഗ്. പുതിയ സീലിംഗ് വരാനുള്ള, പുതിയ സീലിംഗ് നോട്ടിഫൈ ചെയ്യാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉടനെ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിന്റെ ഒരു ബോണസിന്റെ ക്യാപ്പ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. 1 or 2 months ആ ഒരു ക്യാപ്പ് കൊണ്ടുവരും. പഴയ ബോണസ് ആക്ട് പ്രകാരം 21,000 ആയിരുന്നു ക്യാപ്പ് ഉണ്ടായിരുന്നത്, വേസ്റ്റ് സീലിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ പുതിയ ആക്ട് പ്രകാരം ആ 21,000 വേസ്റ്റ് സ്ലീബ് എടുത്തു കളഞ്ഞിരിക്കുന്നു. പക്ഷേ ഇമീഡിയറ്റ്ലി ദി സെൻട്രൽ ഗവൺമെന്റ് മേ കം അപ്പ് വിത്ത് എ ന്യൂ നോട്ടിഫിക്കേഷൻ. പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം സെൻട്രൽ ഗവൺമെന്റ് ഈ സ്ലാബ് ഒന്നും കൂടെ എത്ര സ്ലാബ് എന്ന് നോട്ടിഫൈ ചെയ്യും ഗവൺമെന്റ്. അതാണ് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ടിൽ വ്യത്യാസം. പിന്നെ ക്യാപ്പിംഗ് ഡിഡക്ഷൻസ്, പ്രൊട്ടക്ടിങ് ടേക്ക് ഹോം പേ. ശരിക്കും ഈ പ്രൊവിഷൻ ശരിക്കും പേയ്മെന്റ്, പണ്ടത്തെ നിയമപ്രകാരം പേയ്മെന്റ് ഓഫ് വേജസ് ആക്ടിൽ മാത്രമേ ഈ പ്രൊവിഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇപ്പോഴത്തെ കോഡ് പ്രകാരം എല്ലാ കോഡിലും ഈ പറയുന്ന പ്രൊവിഷൻ ഉണ്ട്. എന്താണ് പ്രൊവിഷൻ നമുക്കിപ്പോ നോക്കാം. അതായത് നിങ്ങൾ മിനിമം ഡിഡക്ഷൻ ഷുഡ് നോട്ട് ബി മോർ ദാൻ 50%. നിങ്ങൾ സാലറിയുടെ ഡിഡക്ഷൻ പാർട്ട് ഒരിക്കലും 50%ന്റെ മുകളിലാവാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു 100 രൂപയാണ് ഒരു എംപ്ലോയി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ എംപ്ലോയിക്ക് നിങ്ങൾ ഒരിക്കലും 50 രൂപ 50 റുപ്പീസിന് താഴെ ഒരിക്കലും സാലറി കൊടുക്കാൻ പാടില്ല. ആ മാക്സിമം ഡിഡക്ഷൻ ഷുഡ് ബി 50%. അതായത് 100 റുപ്പീസ്, ഈ എക്സാമ്പിൾ പ്രകാരം 100 റുപ്പീസ് ആണെങ്കിൽ 50 റുപ്പീസ് എന്തായാലും ഈ പറയുന്ന എംപ്ലോയി കൊടുത്തിരിക്കണം. ബാലൻസ് ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത മന്ത് മാത്രമേ നിങ്ങൾക്ക് ഡിഡക്ഷൻ ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് മന്ത് ഇതേ റൂൾ അപ്ലൈബിൾ ആണ്. 50% മാക്സിമം ഡിഡക്ഷൻ ഷുഡ് ബി 50%. അതായത് 50% ആയിരിക്കും. നെക്സ്റ്റ് മന്ത് 50% ഡിഡക്ഷൻ ആയിരിക്കണം. ഈ ഡിഡക്ഷൻ എന്തെല്ലാം പെടും എന്ന് പറഞ്ഞാൽ ഫൈൻ, ഈ ഡിഡക്ഷനിൽ ഫൈൻ വരും, ഡാമേജസ് വരും, ലോസ് ഓഫ് പേ ഉൾപ്പെടെ വരും. അതായത് ഒരു എംപ്ലോയി വർക്ക് ചെയ്തില്ലെങ്കിൽ അയാൾക്ക് ലോസ് ഓഫ് പേ ഉണ്ടാവില്ല. ആ ലോസ് ഓഫ് പേ ഉൾപ്പെടെ 50%-ല് മുകളിലാവാൻ പാടില്ല. ഈ ഡിഡക്ഷൻ ലോസ് ഓഫ് പേ ഉൾപ്പെടെ 50% മുകളിലാവാൻ പാടില്ല. അത് വെരി ഇമ്പോർട്ടന്റ് ഒരു പ്രൊവിഷൻ ആണ്. അതുകൊണ്ട് നിങ്ങൾ LOP ആവുമ്പോൾ നിങ്ങൾ അൺഓതറൈസ്ഡ് ഹോളിഡേയിൽ കുഴപ്പമില്ല. പക്ഷെ ഓതറൈസ്ഡ് LOP ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉടനെ ഒരു എംപ്ലോയി വന്നിട്ടില്ലെങ്കിൽ, അൺഓതറൈസ്ഡ് ആബ്സെൻസ് ആണെങ്കിൽ ഉടനെ എംപ്ലോയിക്ക് ലെറ്റർ അയച്ച് അതൊരു അൺഓതറൈസ്ഡ് ആബ്സെൻസ് ആയി മാറ്റണം. അല്ലെങ്കിൽ നിങ്ങൾ 50% മാക്സിമം ഡിഡക്ഷൻ ഇല്ല, ഈ പറയുന്ന 50% റൂൾ ബാധകമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും LOP വരുമ്പോൾ അൺഓതറൈസ്ഡ് ലീവായി പെട്ടെന്ന് ലെറ്റർ അയച്ച് പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ചെയ്ത്, LOP അൺഓതറൈസ്ഡ് ആയിരിക്കണം. ഓതറൈസ്ഡ് LOP ആണെങ്കിൽ ഈ 50% മുകളിൽ ഡിഡക്ഷൻ പാടില്ല. അതാണ് ഈ പറയുന്ന കോഡ് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇത് പണ്ട് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് മാത്രമേ ബാധകമുള്ളൂ. അതായത് പണ്ട് 24,000 സാലറി ഉള്ളവർക്ക് മാത്രമേ ഈ പറയുന്ന നിയമം ബാധകമുള്ളൂ. പക്ഷെ ഇപ്പോ ഈ 24,000 സ്ലാബ് എടുത്തു കളഞ്ഞു. 24,000 മുകളിലാണെങ്കിൽ തന്നെ നിങ്ങൾ ഈ പറയുന്ന ഡിഡക്ഷൻ 50% റൂൾ ഈസ് അപ്ലിക്കബിൾ. പിന്നെ പണിഷ്മെന്റ്. പണ്ടത്തെ ലേബർ ഓഫീസർ ഒരു ഡിക്റ്റേറ്റർ പോലെയായിരുന്നു സാധാരണ പണ്ടത്തെ ലേബർ ഓഫീസേഴ്സ് പെരുമാറുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കോഡ് പ്രകാരം ഇൻസ്പെക്ടർ ഈസ് എ ഫെസിലിറ്റേറ്റർ. അതായത് ഇൻസ്പെക്ടർ ഹാസ് ടു അഡ്വൈസ് ബോത്ത് ദി എംപ്ലോയർ ആൻഡ് ദി എംപ്ലോയി ടു കംപ്ലൈ വിത്ത് ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതായത് എംപ്ലോയർക്കും എംപ്ലോയിനെ അഡ്വൈസ് ചെയ്യണം എന്തെല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടത്, എന്തെല്ലാമാണെന്ന് ലേബർ ഡിപ്പാർട്ട്മെന്റ് അഡ്വൈസ് ചെയ്യണം. അതിപ്പോ ലേബർ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തമായി വന്നിട്ടുണ്ട്. പണ്ട് ലേബർ ഓഫീസർക്ക് അങ്ങനെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ലേബർ ഓഫീസർ വന്ന് നിങ്ങൾക്ക് ചോദിക്കും എന്തെല്ലാം കംപ്ലൈന്റ് ചെയ്യണമെന്ന്. ലേബർ ഓഫീസർ ചോദിച്ചാൽ ലേബർ ഓഫീസർ അതിനെ പറ്റിയുള്ള അഡ്വൈസ് തരാൻ ബാധ്യസ്ഥനാണ്. പിന്നെ ഷിഫ്റ്റിംഗ് ദി ബർഡൻ ഓഫ് പ്രൂഫ്. പഴയ ആക്ട് പ്രകാരം ഒരു എംപ്ലോയിക്ക് സാലറി കൊടുത്തില്ലെങ്കിൽ ആ സാലറി കിട്ടിയില്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത എംപ്ലോയിക്കായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പുതിയ ആക്ട് പ്രകാരം ഇങ്ങനെ കിട്ടിയില്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത എംപ്ലോയർക്കാണ്. അതായത് സാലറി കിട്ടിയില്ല അല്ലെ കൊടുത്തില്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത എംപ്ലോയർക്കാണ്. അത് എംപ്ലോയിക്ക് ബാധ്യതയില്ല. അതൊരു ഇമ്പോർട്ടന്റ് മാറ്റമാണ്. പിന്നെ ക്ലെയിം പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് പണ്ടത്തെ ക്ലെയിം പീരീഡ് 6 മാസം മുതൽ 2 വർഷം വരെയായിരുന്നു മുമ്പത്തെ ക്ലെയിം പീരീഡ്. ഇപ്പൊ ക്ലെയിം പീരീഡ് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ക്ലെയിം പീരീഡ് യൂണിഫോംലി 3 years ആക്കിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ മിനിമം വേജസ് നിങ്ങൾ കൊടുത്തില്ല, ഒരു എംപ്ലോയിക്ക് മിനിമം വേജസ് കൊടുത്തില്ല, അപ്പൊ എംപ്ലോയിക്ക് വേണമെങ്കിൽ 6 മാസം മുമ്പത്തെ വരെയുള്ള മിനിമം വേജസ് ക്ലെയിം ചെയ്യാമായിരുന്നു. അത് പഴയ ആക്ട് ആണ്. പുതിയ നിയമപ്രകാരം ആ എംപ്ലോയിക്ക് മിനിമം വേജസ് കൊടുത്തില്ലെങ്കിൽ കഴിഞ്ഞ 3 കൊല്ലത്തെയും മിനിമം വേജസ് കൊടുക്കാതിരിക്കാൻ പറ്റും. അതായത് കഴിഞ്ഞ 3 കൊല്ലത്തെ മിനിമം വേജസ്
ക്ലെയിം ചെയ്യാനുള്ള അധികാരം ഈ എംപ്ലോയിക്ക് ഉണ്ട്. പണ്ട് 6 മാസമായിരുന്നു, ഇപ്പൊ 3 മാസം, ഇപ്പൊ 3 കൊല്ലമായി മാറ്റിയിട്ടുണ്ട്. 3 മാസമല്ല 3 കൊല്ലമായി മാറ്റിയിട്ടുണ്ട്. മുമ്പ് 6 മാസമായിരുന്നു, ഇപ്പൊ 3 കൊല്ലമായി മാറ്റിയിട്ടുണ്ട്. അതാണ് അതിന്റെ സെയിം റൂളാണ്. ഫോർ നിങ്ങൾ ബോൺസ് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ആ എംപ്ലോയിക്ക് 3 കൊല്ലം വരെ, 3 കൊല്ലം കഴിഞ്ഞ് വരെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ എംപ്ലോയിക്ക് കേസ് ഫയൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ ഉള്ളത് ഇപ്പോൾ പെനാൽറ്റി വളരെ കൂടിയിട്ടുണ്ട്. പണ്ട് 500 രൂപ ആയിരുന്നു പെനാൽറ്റി, ഇപ്പോൾ 50,000 to 2 lakh വരെ പെനാൽറ്റി ഇപ്പോൾ ഇവ പുതിയ കോഡ് പ്രകാരം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പെനാൽറ്റി നല്ലോണം കൂടിയിട്ടുണ്ട്. അതിന്റെ അടുത്ത് നമ്മൾ എല്ലാവരും മേക്ക് ഷുവർ ദാറ്റ് വി ആർ കംപ്ലൈങ് വിത്ത് ഓൾ ദി റൂൾസ് ആൻഡ് റെഗുലേഷൻ. നമ്മൾ എല്ലാവരും നമ്മുടെ കമ്പനിയിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തണം. അത് എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്, കാരണം പെനാൽറ്റി കൂടിയിട്ടുണ്ട്. പിന്നെ പണ്ടാണെങ്കിൽ പഴയ ചെറിയൊരു പെനാൽറ്റിക്ക് വേണ്ടി മാത്രം ഈ ലേബർ ഡിപ്പാർട്ട്മെന്റിന് കേസ് ഫയൽ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പുതിയ കോഡ് പ്രകാരം ചെറിയ കേസിന് വേണ്ടി ഈ ലേബർ ഓഫീസർ ഡയറക്റ്റ് കോർട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സീനിയർ ഓഫീസ് അണ്ടർ ദി സെക്രട്ടറി റാങ്ക്, അതായത് സീനിയർ ഓഫീസർ അറ്റ് ദി അണ്ടർ സെക്രട്ടറി റാങ്ക് ഹാസ് ദി പവർ ടു റിസോൾവ് കേസസ് പണിഷബിൾ സോൺലി ബൈ ഫൈൻ അപ് ടു 50,000. അതായത് അണ്ടർ സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന് 50,000 വരെയുള്ള ഫൈന് ഇമ്പോസ് ചെയ്യാനുള്ള റൈറ്റ് ഈ പറയുന്ന സീനിയർ ഓഫീസർക്ക് ഉണ്ട്. അണ്ടർ സെക്രട്ടറി റാങ്കിലുള്ള സീനിയർ ഓഫീസർക്ക് ഈ 50,000 വരെയുള്ള ഫൈൻ വിധിക്കാനുള്ള റൈറ്റ് ഈ പറയുന്ന സീനിയർ ഓഫീസർക്ക് ഉണ്ട്. അതുകൊണ്ട് പണ്ടാണെങ്കിൽ എല്ലാം ഫൈൻ വേണമെങ്കിൽ എല്ലാ ലേബർ ഡിപ്പാർട്ട്മെന്റ് കോടതിയിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ കോടതി പോകേണ്ട ആവശ്യമില്ല. സീനിയർ ഓഫീസർക്കും 50,000 വരെയുള്ള ഫൈന് വിധിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും കംപ്ലൈൻസ് കാര്യങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം. പിന്നെ നെക്സ്റ്റ് കോഡാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ്. ദി ട്രേഡ് യൂണിയൻ ആക്ട്, ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെന്റ് സ്റ്റാൻഡിംഗ് ഓർഡർ ആക്ട്, ദി ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്, ഈ 3 ആക്ട് ആണ് റിപ്പീൽ ചെയ്ത്. ഈ 3 ആക്ട് ഇപ്പോഴും ഇല്ല. അതിന്റെ പകരമാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഈ പറയുന്ന 3 ആക്ട് ഇപ്പൊ നിലവിലില്ല. പിന്നെ വർക്കർ ഡെഫിനിഷൻ മാറിയുണ്ട്. Worker means who do a particular work, whether he is a skilled, unskilled or semi-skilled or managerial or administrative capacity. ഈ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ മാനേജ് കപ്പാസിറ്റി ആണെങ്കിലും ഈ പറയുന്ന വർക്കർ കാറ്റഗറി വരുന്നതാണ്. അതായത് സ്കിൽഡ്, അൺസ്കിൽഡ്, സെമി സ്കിൽഡ്, സൂപ്പർവൈസറി, മാനേജറിയൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനകത്ത് വരുന്നില്ല. എന്നാലും ഈ പറയുന്ന സ്കിൽഡ്, അൺസ്കിൽഡ്, സെമി സ്കിൽഡ് വരുന്ന എല്ലാ ലേബറേഴ്സും അല്ലെങ്കിൽ എല്ലാ വർക്കേഴ്സും ഇൻക്ലൂഡിങ് സൂപ്പർവൈസർ ഉൾപ്പെടെ ഈ പറയുന്ന വർക്കർ ഡെഫിനിഷൻ വരുന്നതാണ്. പക്ഷേ സൂപ്പർവൈസറിന് ഒരു എക്സംഷൻ ഉണ്ട്. ഒരു സൂപ്പർവൈസർ 18,000 മുകളിലാണ് നിങ്ങൾ സൂപ്പർവൈസർക്ക് സാലറി കിട്ടുന്നുണ്ടെങ്കിൽ ആ സൂപ്പർവൈസർ വർക്കർ അല്ല. അത് ആ സൂപ്പർവൈസർ ആണ്. അതായത് അയാൾക്ക് സബോർഡിനേറ്റ് ഉണ്ട്, എന്നാലും അയാൾ 18,000 താഴെയാണ് സാലറി കിട്ടുന്നത്. എന്നാലും ആ സൂപ്പർവൈസർ ആണെങ്കിലും അയാൾ വർക്കർ കാറ്റഗറിയാണ്. സിമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഏതെങ്കിലും എംപ്ലോയിക്ക് സബോർഡിനേറ്റ് ഉണ്ട്. ഒരു എംപ്ലോയിക്ക് സബോർഡിനേറ്റ് ഉണ്ടെങ്കിൽ അത് വർക്കർ അല്ല. ഏതെങ്കിലും എംപ്ലോയിക്ക് സബോർഡിനേറ്റ് ഇല്ലെങ്കിൽ വർക്കറാണ്. സബോർഡിനേറ്റ് ഉണ്ടെങ്കിൽ വർക്കർ അല്ല. സിമ്പിൾ ടൈമിൽ അത് മാത്രം നോക്കിയാൽ മതി. പക്ഷെ ഈ സബോർഡിനുള്ള സൂപ്പർവൈസർ 18,000 താഴെയാണ് സാലറി കിട്ടുന്നുണ്ടെങ്കിൽ അത് വർക്കർ കാറ്റഗറി വരും. അതാണ് വർക്കർ ഡെഫിനിഷൻ. അത് മാറിയിട്ടുണ്ട്. എല്ലാ എംപ്ലോയീസും വർക്കർ കാറ്റഗറിയാണ് എക്സെപ്റ്റ് സൂപ്പർവൈസർ ഏണിംഗ് 18,000 ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജറിയൽ സ്റ്റാഫ്. എക്സ്ക്യൂസ് മീ സർ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പോ നമ്മളിപ്പോ സൂപ്പർവൈസറി ലെവലില് ഉള്ള ഒരു സ്റ്റാഫ് ആണെങ്കിൽ, ലൈക്ക് മേ ബി നമ്മളിപ്പോ വർക്ക് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അവര് സൂപ്പർവിഷൻ ചെയ്യുന്ന ഒരു വർക്ക് ആണ് അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് 18,000 മേലെ ആയിരിക്കണം സാലറി അല്ലേ? അതർവൈസ് അവർ വർക്ക് കാറ്റഗറിയിലായിരിക്കും വരുന്നത്. അതെ, 18 താഴെ സാലറി വർക്ക് കാറ്റഗറി. ഓക്കെ. പിന്നെ ഉള്ളത് വേറെ ഒരു ഇമ്പോർട്ടന്റ് പ്രൊവിഷനാണ് ഫിക്സഡ് ടേം എംപ്ലോയ്മെന്റ്. അതായത് ഇതൊരു പുതിയ നിയമമാണ്. പഴയ ആക്ടിൽ ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല. പുതിയ കോഡ് പ്രകാരം ഫിക്സഡ് ടേം എംപ്ലോയ്മെന്റിനും ഗ്രാറ്റുവിറ്റിയും ഓൾ അതർ ബെനിഫിറ്റ്സ്, ആ ഗ്രാറ്റുവിറ്റിയും ബെനിഫിറ്റും എല്ലാം ഈ ഫിക്സഡ് ടേം എംപ്ലോയീസിനും കൊടുക്കണം. ഫിക്സഡ് ടേം എംപ്ലോയി എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് അല്ലെ ഫിക്സഡ് ടേമിൽ എംപ്ലോയ്മെന്റ് കൊടുക്കുന്ന എംപ്ലോയീസിനാണ്, അല്ലെ എംപ്ലോയി ചെയ്യുന്ന എംപ്ലോയീസിനാണ് ഫിക്സഡ് ടേം എംപ്ലോയി എന്ന് പറയുന്നത്. അത് മെയിൻ സിമ്പിൾ പറഞ്ഞ കോൺട്രാക്ട് എംപ്ലോയീസ്.
അത് ഏതെങ്കിലും കോൺട്രാക്ട് പീരീഡ് ആയിരിക്കാം. അതായത് ഇറ്റ് മേ ബി ഫോർ 1 year or 2 year. ആ കോൺട്രാക്ട് പീരീഡ് ഏതെങ്കിലും കോൺട്രാക്ട് പീരീഡിൽ അല്ലെങ്കിൽ കോൺട്രാക്ട് ബേസിലാണ് ഒരു എംപ്ലോയി എടുക്കുന്നുണ്ടെങ്കിൽ ആ എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റി ബാധകമാണ്. മുമ്പാണെങ്കിൽ അയാൾ കോൺട്രാക്ട് ആണെങ്കിൽ അല്ലെങ്കിൽ 5 കൊല്ലം മിനിമം അയാൾ വർക്ക് ചെയ്യുന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ പുതിയ കോഡ് പ്രകാരം ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് എംപ്ലോയീസിന് ഗ്രാറ്റുവിറ്റി ബാധകമാണ്. ഈ പറയുന്ന പെർമനന്റ് എംപ്ലോയീസിന് പഴയ റൂൾ തന്നെയാണ്, 5 years തന്നെ വേണം. പക്ഷെ ഇപ്പോഴത്തെ ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റിന് ഈ പറയുന്ന റൂള് ഈ പറയുന്ന കോഡ് പ്രകാരം ദി ഫിക്സഡ് എംപ്ലോയീസ് ഈസ് എലിജിബിൾ ഫോർ ഗ്രാറ്റുവിറ്റി, അതാണ് പറയുന്നത്. പിന്നെ ഉള്ളത് ഈ പെർമനന്റ് എംപ്ലോയീസിന് കൊടുക്കുന്ന എല്ലാ ബെനിഫിറ്റും, എല്ലാ കണ്ടീഷനും, എല്ലാ വർക്കിംഗ് അവേഴ്സും, എല്ലാ കാര്യങ്ങളും, എല്ലാ ബെനിഫിറ്റും ഫിക്സഡ് ടൈം എംപ്ലോയീസിനും കൊടുക്കണം. അതിന്റെ അർത്ഥം ഫിക്സഡ് ടൈം എംപ്ലോയീസിന് ഗ്രാറ്റുവിറ്റിയും കൊടുക്കണം, വേറെ എല്ലാ വേജസും ബെനിഫിറ്റ് എല്ലാം പെർമനന്റ് എംപ്ലോയീസിനെ പോലെ തന്നെ കൊടുക്കണം. അതാണ് ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റിനെ പറ്റി പറയുന്നത്. അതാണ് പുതിയ റൂള്. പിന്നെ വേറൊരു മാറ്റം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിംഗ് ഓർഡർ. മുമ്പ് സ്റ്റാൻഡിംഗ് ഓർഡർ ഇസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ 100 employees. ഒരു 100 employees ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്റ്റാൻഡിംഗ് ഓർഡർ അപ്ലിക്കബിൾ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ആ സ്റ്റാൻഡിംഗ് ഓർഡർ ത്രെഷോൾഡ് ലിമിറ്റ് കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാൻഡിംഗ് ഓർഡർ ഇസ് അപ്ലിക്കബിൾ if a company is employing more than 300 workers. നേരത്തെ പറഞ്ഞ 300 കൂടുതൽ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ, സൂപ്പർവൈസർ അല്ല, വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ഈ സ്റ്റാൻഡിംഗ് ഓർഡർ ആ കമ്പനികൾക്ക് ബാധകമാണ്. അല്ലെങ്കിൽ ഈ സ്റ്റാൻഡിംഗ് ഓർഡർ കമ്പനികൾക്ക് ബാധകമല്ല. അതാണ് പുതിയ കോഡ് പറയുന്നത്. പിന്നെ സ്ട്രൈക്ക്, അതായത് മുമ്പ് പഴയ ആക്ട് പ്രകാരം 14 days നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ പുതിയ ആക്ട് പ്രകാരം 14 days നോട്ടീസ് കൊടുത്തിരിക്കണം. അപ്പോൾ ഒരു യൂണിയൻ സ്ട്രൈക്കിന് പോകുമ്പോൾ 14 days നോട്ടീസ് നിർബന്ധമായി കൊടുത്തിരിക്കണം. അങ്ങനെ നോട്ടീസ് കൊടുത്തില്ലെങ്കിൽ ദാറ്റ് സ്ട്രൈക്ക് ഇസ് ലീഗൽ. മുമ്പ് പബ്ലിക് യൂട്ടിലിറ്റി സർവീസിന് വേണ്ടി മാത്രമായിരുന്നു 14 days നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ പുതിയ കോഡ് പ്രകാരം എല്ലാ കമ്പനിക്കും, അതായത് എല്ലാ കമ്പനീസും അല്ലെങ്കിൽ എല്ലാ യൂണിയനും കമ്പനികൾക്കെതിരെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ 14 days നോട്ടീസ് കൊടുത്തിരിക്കണം. അതാണ് സ്ട്രൈക്ക് നോട്ടീസിന്റെ പുതിയ പ്രൊവിഷൻ കോഡിൽ വന്നേക്കുന്നത്. പിന്നെ റിട്രീറ്റ്മെന്റും ഇപ്പോ പുതിയ കോഡിൽ അതിന്റെ പ്രൊവിഷൻ മാറിയിട്ടുണ്ട്. ഈ റിട്രീറ്റ്മെന്റ് മീൻസ് ദി ടെർമിനേഷൻ ഓഫ് വർക്കർ സർവീസ് ബൈ ദി എംപ്ലോയർ ഫോർ എനി റീസൺ വാട്ട്സെവർ. നിങ്ങൾ ഒരു എംപ്ലോയിനെ ടെർമിനേറ്റ് ചെയ്തു എന്ന് ചോദിച്ചു. ആ നിങ്ങൾ ഡിസ്മിസ് ചെയ്യോ ടെർമിനേറ്റ് ചെയ്തു. ടെർമിനേറ്റ് ചെയ്താൽ അതിന്റെ പറയുന്ന വേർഡാണ് റിട്രീറ്റ്മെന്റ്. നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഒരു എംപ്ലോയിനെ നിങ്ങൾ ടെർമിനേറ്റ് ചെയ്താൽ അതിന്റെ പേരാണ് റിട്രീറ്റ്മെന്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വെറുതെ ഒരു എംപ്ലോയിനെ പോയി ടെർമിനേറ്റ് ചെയ്യാനുള്ള അധികാരം നമുക്കില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? 3 പ്രോസസ് ഫോളോ ചെയ്യണം. അഥവാ എംപ്ലോയി നിങ്ങളുടെ അടുത്ത് 1 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 3 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, 1 month നോട്ടീസ് കൊടുക്കണം, അല്ലെങ്കിൽ 1 month സാലറി കൊടുക്കണം, പിന്നെ സ്റ്റാറ്റ്യൂട്ടറി കോമ്പൻസേഷൻ കൊടുക്കണം. പിന്നെ നമ്മൾ ലെറ്റർ ലേബർ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ അയക്കണം. അതായത് നമ്മൾ ഇങ്ങനെ ഒരു എംപ്ലോയിനെ വി ആർ ഗോയിങ് ടെർമിനേറ്റ്, അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ ലേബർ ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കണം. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് പറയുന്ന നിങ്ങൾ ഒരു എംപ്ലോയീസിനെ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന കാര്യങ്ങൾ. അഥവാ ആ എംപ്ലോയി 1 കൊല്ലത്തിന്റെ താഴെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന 3 പ്രോസസ് ഫോളോ ചെയ്യേണ്ട. 1 കൊല്ലത്തിന്റെ മുകളിലാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന 3 പ്രോസസ് ഫോളോ ചെയ്യണ്ടു. എക്സ്ക്യൂസ് മീ സർ. പറയും. ഫോർ എക്സാമ്പിൾ, ഇപ്പോ എംപ്ലോയി നമുക്ക് എന്തെങ്കിലും ലോസോ അല്ല തെഫ്റ്റോ അല്ല വേറെ എന്തെങ്കിലും ഇഷ്യൂ ആക്കിയിട്ട് നമ്മൾ ടെർമിനേഷൻ കൊടുക്കുന്നത് സ്പോട്ടിൽ തന്നെ, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കോമ്പൻസേഷൻ കൊടുക്കണം. അതായത് നമ്മൾ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ചെറിയ പ്രോസസ് ഫോളോ ചെയ്യണം. അതായത് അതിന് നോട്ടീസ് കൊടുത്ത് ഒരു എൻക്വയറി വെച്ച് അങ്ങനെയാണ് ടെർമിനേറ്റ് ചെയ്യേണ്ടത്. പെട്ടെന്ന് ഒരു ദിവസം നീ രാവിലെ വന്നപ്പോ നീ നാളെ പോലെ വരണമെന്ന് പറയാനുള്ള റൈറ്റ് നമുക്കില്ല. ഇപ്പോ എന്തെങ്കിലും ഒരു സിവിയർ റീസൺ ഉണ്ടാവല്ലോ, കമ്പനി റവന്യൂ ലോസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും. അല്ല, അത് നമ്മൾ തെളിയിക്കണം. നാച്ചുറൽ ജസ്റ്റിസ് ഒരു പ്രൊവിഷൻ ഉണ്ട്. അതായത് നമ്മൾ ഒരു എംപ്ലോയിനെ അതെ, ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ എൻഡിലേക്ക് വെക്കാൻ തോന്നുന്നു അല്ലേ ബൈജു? ഓക്കെ ശരി. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. ഞാൻ ഇതിന്റെ ഉത്തരം ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, പിന്നെയുള്ള പ്രോസസ് ഈ പറയുന്ന 3 പ്രോസസ് ഫോളോ ചെയ്യണം. പിന്നെയുള്ളത് ഈ പുതിയ കോഡ് പ്രകാരം നിങ്ങൾ ഫാക്ടറിയോ മൈനോ പ്ലാന്റേഷനോ ആണെങ്കിൽ
നിങ്ങൾ ഫാക്ടറി മൈനർ പ്ലാന്റേഷൻ ആണെങ്കിൽ ആ ഫാക്ടറി മൈനർ പ്ലാന്റേഷനിൽ 300 കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എംപ്ലോയീസിനെ വെറുതെ ടെർമിനേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. നിങ്ങൾ ഈ ഗവൺമെന്റിന്റെ അപ്രൂവലും കൂടെ വാങ്ങിയിരിക്കണം. അതായത് 300 കൂടുതൽ എംപ്ലോയീസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ കമ്പനി, നിങ്ങൾ ഫാക്ടറി മൈനർ പ്ലാന്റേഷൻ ആണെങ്കിൽ 300 കൂടുതൽ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പ്രോസസ്സിന്റെ കൂടെ തന്നെ ഈ ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന എംപ്ലോയീസിനെ ടെർമിനേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇത് പക്ഷേ ഫാക്ടറി മൈനർ പ്ലാന്റേഷന് വേണ്ടി മാത്രമാണ്. ബാക്കി എല്ലാ കമ്പനീസിനും, അതായത് നിങ്ങൾ ഷോപ്പ് റെസ്റ്റോറൻറ്റ്, സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ വേറെ ബിസിനസ് നടത്തുകയാണെങ്കിൽ, സർവീസ് റിലേറ്റഡ് ബിസിനസ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് 300 പേരായാലും 100 പേരായാലും ഈ പറയുന്ന ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ അപ്രൂവൽ എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഫാക്ടറി മൈനർ പ്ലാന്റേഷന് വേണ്ടി മാത്രമാണ് ഈ പറയുന്ന ലേബർ ഡിപ്പാർട്ട്മെന്റ് അപ്രൂവൽ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അതാണ് ഈ അപ്രൂവലിനെ പറ്റി പറയുന്നത്. പിന്നെ പുതിയ ആക്ട് പ്രകാരം ഈ പറഞ്ഞ ലേബർ കോഡെല്ലാം അബോളിഷ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ പകരം 2 മെമ്പർ ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലാണ് വന്നിരിക്കുന്നത്. പുതിയ നിയമപ്രകാരം 2 മെമ്പർ ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലാണ് വരുന്നത്. ഇപ്പൊ ഏതായാലും ഇപ്പൊ 2 മെമ്പർ ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിൽ ഇപ്പൊ ഇൻകോപ്പറേറ്റ് ചെയ്യാത്തതുകൊണ്ട് ലേബർ കോർട്ട് തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ നടത്തുന്നത്. ഇപ്പോഴും കേസുകളും ഫയൽ ചെയ്യുന്ന ലേബർ കോർട്ടിൽ തന്നെയാണ്. പക്ഷേ ഈ പുതിയ 2 മെമ്പർ ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ നിലവിൽ വന്നാൽ ആ ലേബർ കോഡ് എല്ലാം മാറി ഈ ട്രൈബ്യൂണലിലേക്കായിരിക്കും കേസുകൾ ഫയൽ ചെയ്യേണ്ടത്. പിന്നെ ഉള്ളത് വേറൊരു പ്രൊവിഷനാണ് എക്സ്പാൻഡ് ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി. അതായത് ഇഫ് യു ആർ ഹാവിംഗ് മോർ ദാൻ 20 or more എംപ്ലോയീസ് ഇൻ യുവർ കമ്പനി, അങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു അപ്പോയിന്റ് എ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി. നിങ്ങൾക്ക് 20 എംപ്ലോയീസ് കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമ്പനിയിൽ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി ഫോർമേറ്റ് ചെയ്യണം. 20 കൂടുതൽ എംപ്ലോയീസ് 20 or less than 20 ആണെങ്കിൽ അതിന്റെ ഒരു ആവശ്യമില്ല. കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി ഫോം ചെയ്യണം. അതിനകത്ത് യു ഷുഡ് ഗീവ് ഈക്വൽ റെപ്രസെന്റേഷൻ ടു ബോത്ത് ദി എംപ്ലോയർ ആൻഡ് ദി എംപ്ലോയി. ഈക്വൽ എന്താ പറയുക കൺസിഡറേഷൻ എംപ്ലോയിക്കും കൊടുക്കണം. അതായത് നിങ്ങൾക്ക് 6 പേരാണെങ്കിൽ 3 പേര് എംപ്ലോയിക്കും 3 പേര് എംപ്ലോയീസ് ആയിട്ടുള്ളതായിരിക്കും നിങ്ങൾ കമ്മിറ്റി ഫോം ചെയ്യേണ്ടത്. മാക്സിമം കമ്മിറ്റി മെമ്പേഴ്സ് 10 മെമ്പേഴ്സ് ആണ്. മാക്സിമം 10 മെമ്പേഴ്സ് വരെ നിങ്ങൾക്ക് കമ്മിറ്റിയിൽ നിങ്ങൾക്ക് ഫോം ചെയ്യാം. പിന്നെ ഉള്ളത് ഇതിന്റെ കമ്മിറ്റി ചെയർപേഴ്സൺ ഓൾട്ടർനേറ്റീവ് ആയിരിക്കണം, ചേഞ്ച് ചെയ്തിരിക്കണം. ഫസ്റ്റ് ഇയർ എംപ്ലോയർ ആണെങ്കിൽ സെക്കൻഡ് ഇയർ എംപ്ലോയി ആയിരിക്കണം. അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. ചെയർപേഴ്സൺ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഇതിനകത്ത് വേറെ വല്ല കംപ്ലൈന്റ്, ഫോർ എക്സാമ്പിൾ ഒരു എംപ്ലോയിക്ക് വല്ല കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആ എംപ്ലോയി ഡയറക്റ്റ് ഈ പറയുന്ന ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിയിലാണ് കംപ്ലൈന്റ് ഫയൽ ചെയ്യേണ്ടത്. അപ്പൊ അതാണ് പ്രോസസ്. ഒരു എംപ്ലോയി കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ലേബർ കോടതിയിൽ പോകേണ്ട പ്രൊവിഷനില്ല, അല്ലെങ്കിൽ ലേബർ ഡിപ്പാർട്ട്മെന്റ് പോകേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് അവർ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിയിലേക്ക് പോകണം. എന്നാൽ മാത്രമേ അവർക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളത് ഈ മെജോറിറ്റി ഡിസിഷൻ വിൽ പ്രിവെയിൽ. ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഡിസിഷൻ പോലെയാണ് ഈ പറയുന്ന കമ്മിറ്റി കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത്. മെജോറിറ്റി ഡിസിഷൻ വിൽ പ്രിവെയിൽ. പിന്നെ അതിന്റെ കൂടെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ഈ 50% ഓഫ് ദി എംപ്ലോയി ഷുഡ് ബി മെജോറിറ്റി. അതായത് 4 എംപ്ലോയി റെപ്രസെന്റേറ്റീവ് ഉണ്ടെങ്കിൽ 2 എംപ്ലോയി റെപ്രസെന്റേറ്റീവ് എങ്കിലും ഈ കമ്മിറ്റിയുടെ ഫൈൻഡിങ്സ് കമ്മിറ്റിയുടെ ഫൈൻഡിങ്സ് എഗ്രി ചെയ്യണം. 50% ഓഫ് ദി എംപ്ലോയി റെപ്രസെന്റേറ്റീവ് ഷുഡ് എഗ്രി ടു ദി ഫൈൻഡിങ്. അതാണ് വേറൊരു കണ്ടീഷൻ. പിന്നെ വേറെ കൂടെ വരുന്നത് കോഡ് ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി. ഈ പറയുന്ന 9 നിയമങ്ങളാണ്, 9 ആക്ടാണ് റിപ്പീൽ ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന 9 ആക്ട് ഇപ്പോൾ നിലവിലില്ല. പക്ഷെ ഈ എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് ഒഴിച്ച് ബാക്കി എല്ലാ ആക്ടും ഇപ്പോൾ നിലവിലില്ല. എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് ഒരു കൊല്ലം, ഈ പറയുന്ന 21 November 2025 മുതൽ 1 കൊല്ലം വരെ ഈ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് അപ്ലൈബിൾ ആയിരിക്കും. പഴയ നിയമങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത്. ബാക്കി എല്ലാ ആക്ടും റിപ്പീൽ ആയിട്ടുണ്ട്. അതിന്റെ പകരം സോഷ്യൽ സെക്യൂരിറ്റി കോഡാണ് വന്നിരിക്കുന്നത്. എന്തിൽ റിപ്പീൽ ആയെന്ന് നോക്കിയാൽ എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആക്ട്, പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആക്ട്, മെറ്റർനിറ്റി ബെനിഫിറ്റ് ആക്ട്, പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്, സൈൻ വർക്കേഴ്സ് ആക്ട്, ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്യൂമർ വർക്കേഴ്സ് ആക്ട്, അൺഓതറൈസ്ഡ് വർക്കേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി ആക്ട്. ഈ പറയുന്ന 9 ആക്ട് ആണ് റിപ്പീൽ ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന നിയമങ്ങൾ ഇപ്പോൾ ഇല്ല, എക്സെപ്റ്റ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്. ആ ആക്ട് 1 year വരെ അപ്ലൈബിൾ ആയിരിക്കും. പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ടിൽ ഇപ്പോൾ ഒരു പുതിയ കാറ്റഗറിയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഗിഗ് വർക്കേഴ്സ്. ഈ ഗിഗ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ പെർഫോമിംഗ് വർക്ക് ഓർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ അറേഞ്ച്മെന്റ്സ് ഔട്ട്സൈഡ് ട്രഡീഷണൽ എംപ്ലോയി സ്ട്രക്ചർ.
ഇഫ് എൻ എംപ്ലോയി ഇസ് വർക്കിംഗ് ഔട്ട്സൈഡ് ദി ട്രഡീഷണൽ എംപ്ലോയി സ്ട്രക്ചർ ആണെങ്കിൽ മാത്രമേ ഗിഗ് വർക്കേഴ്സ് ആവുള്ളൂ. ഈ ഗിഗ് വർക്കേഴ്സിന് എക്സാമ്പിൾ പറഞ്ഞാൽ സുമാറ്റോ, സ്വിഗ്ഗി, പിന്നെ പിന്നെ നമ്മളെ ഈ ഹൗസ് ഹോൾഡ് എന്താ പറയുക വീട്ടു ജോലിക്കാർ, അങ്ങനത്തെ ആൾക്കാരിൽ ഗിഗ് വർക്കേഴ്സ് ആയിട്ട് കൂട്ടാം. പിന്നെ പ്ലാറ്റ്ഫോം വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ മീൻസ് ഇൻഡിവിജ്വൽസ് അണ്ടർടേക്കിംഗ് വർക്ക് ഫെസിലിറ്റേറ്റഡ് ബൈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഓർ ആപ്പ്. ഏതെങ്കിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആപ്പ് പ്രകാരമാണ് ഈ പറയുന്ന എംപ്ലോയീസ് വർക്ക് ചെയ്തതെങ്കിൽ അവരെയാണ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അഗ്രിഗേറ്റർ, സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ പറയുന്ന ഡെലിവറി ബോയ്സ് ആണ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ്, സ്വിഗ്ഗി സൊമാറ്റോ ആണ് അഗ്രിഗേറ്റേഴ്സ്. ആ സ്വിഗ്ഗി സൊമാറ്റോ പിന്നെ നമ്മള് ടാക്സി സർവീസ് ഉണ്ടല്ലോ, അതെല്ലാം അഗ്രിഗേറ്റേഴ്സ് ആയി പെടും. പിന്നെ ഉള്ളത് പഴയ ആക്ട് പ്രകാരം ദി EPF ഈസ് അപ്ലിക്കബിൾ ഓൺലി ഇൻ ഷെഡ്യൂൾ 1, അല്ലെങ്കിൽ ദിസ് EPF ആക്ട് ഈസ് അപ്ലിക്കബിൾ ഓൺലി ടു എസ്റ്റാബ്ലിഷ്മെന്റ് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 1. ഷെഡ്യൂൾ 1 പറഞ്ഞ എസ്റ്റാബ്ലിഷ്മെന്റിന് മാത്രമേ EPF ആക്ട് ബാധകമായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ പുതിയ കോഡ് പ്രകാരം എല്ലാ എംപ്ലോയീസിനും ഇറസ്പെക്റ്റീവ് ഓഫ് ദി നേച്ചർ ഓഫ് വർക്ക് എല്ലാ എംപ്ലോയീസിനും ഈ പറഞ്ഞ PF ആക്ട് അപ്ലിക്കബിൾ ആണ്. പ്രൊവൈഡ് നിങ്ങൾക്ക് 20 അല്ലെങ്കിൽ അതിന്റെ കൂടുതൽ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന PF ആക്ട് അപ്ലിക്കബിൾ ആണ്. ഈ 20 ഓർ മോർ എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കോൺട്രാക്ട് എംപ്ലോയീസ് കൂടെ പെടും. അത് കോൺട്രാക്ട് എംപ്ലോയീസ് ഉൾപ്പെടെ നിങ്ങൾക്ക് 20 എംപ്ലോയീസ് ഉണ്ടെങ്കിലും നിങ്ങൾ ഈ പറയുന്ന EPF രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതാണ് EPF കവറേജ് പറയുന്നത്. ദി സെയിം റൂൾ ഇസ് അപ്ലിക്കബിൾ ഫോർ ESA ഓൾസോ. ESA ഇപ്പൊ പാൻ ഇന്ത്യ അപ്ലിക്കബിലിറ്റി ഉണ്ട്. 740+ ഡിസ്ട്രിക്റ്റിന് ഈ പറയുന്ന ESA അപ്ലിക്കബിലിറ്റി ഉണ്ട്. അപ്പൊ ഇതാണ് PF ESA പറയുന്നത്. irrespective of the number of employees, whether they are contractor or permanent, ഈ കോൺട്രാക്ട് പെർമനന്റ് ഉൾപ്പെടെയാണ് 20 or more എംപ്ലോയീസ് പറയുന്നത്. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് തിങ്, ഒരു എംപ്ലോയർ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഇതിനകത്ത് വേറൊരു പ്രൊവിഷൻ വന്നിരിക്കുന്നത് ടൈം ബോണ്ട് EPF എൻക്വയറീസ്. അത് മുമ്പത്തെ പഴയ ആക്ട് പ്രകാരം ഒരു EPF ഓഫീസർ വന്നാൽ ആ ഓഫീസർക്ക് എത്ര കൊല്ലം വേണമെങ്കിലും ഈ ഡോക്യുമെന്റ് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പുതിയ കോഡ് പ്രകാരം ആ ഒരു EPF ഓഫീസർക്ക് 5 കൊല്ലം വരെയുള്ള ഡോക്യുമെന്റ് മാത്രമേ ചോദിക്കാനുള്ള റൈറ്റ് ഉള്ളൂ. 5 കൊല്ലം മുമ്പത്തെ ഡോക്യുമെന്റ് ചോദിക്കാനുള്ള റൈറ്റ് ഈ പറഞ്ഞ ഇൻസ്പെക്ടർക്ക് ഇല്ല. അതാണ് പുതിയൊരു എംപ്ലോയർ പോയിന്റ് ഓഫ് വ്യൂ, അതൊരു നല്ലൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാൻ ഇന്ത്യ ESA കവറേജ്, മുമ്പ് എല്ലാ ലൊക്കേഷനിലും ESA കവറേജ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആസ് പെർ ന്യൂ കോഡ് ഇറ്റ് ഇസ് അപ്ലിക്കബിൾ ടു 740 ഡിസ്ട്രിക്ട്സ്. 740+ ഡിസ്ട്രിക്ട്, അത് 100% ഏരിയയിൽ ഇപ്പൊ ESA കവറേജ് ഉണ്ട്. പിന്നെ ESA ഫോർ അസാർഡസ് ഒക്യുപ്പേഷൻ, ഈ അസാർഡസ് ഒക്യുപ്പേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അത് 1 or 2 എംപ്ലോയീസ് ഉണ്ടെങ്കിലും എന്നാലും നിങ്ങൾക്ക് ഈ പറയുന്ന ESA രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ 10-ൽ കൂടുതൽ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ESA രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ നിങ്ങൾ വല്ല അസാർഡസ് ആക്ടിവിറ്റീസ് നടത്തുന്ന കമ്പനി ആണെങ്കിൽ, അങ്ങനെ അസാർഡസ് കാര്യങ്ങൾ ഈ പറയുന്ന എംപ്ലോയി ചെയ്യുന്നുണ്ടെങ്കിൽ ആ എംപ്ലോയിനെയും കൂടെ ഈ പറയുന്ന ESAയിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ 10-ൽ താഴെയാണെങ്കിലും നിങ്ങൾക്ക് ESA രജിസ്ട്രേഷൻ എടുക്കാനുള്ള ബാധ്യതയുണ്ട്. പിന്നെ വോളണ്ടറി ESA ഫോർ സ്മോൾ എസ്റ്റാബ്ലിഷ്മെന്റ്, വോളണ്ടറി ഓപ്റ്റ് ഇൻ ആൻഡ് ഓപ്റ്റ് ഔട്ട്. ഈ പറയുന്ന പുതിയ കോഡ് പ്രകാരം നിങ്ങൾക്ക് വേണമെങ്കിൽ ESA വേണ്ടെന്ന് വെക്കാം, അല്ല PF അല്ലെങ്കിൽ ESA വേണ്ടെന്ന് വെക്കാം. പക്ഷേ റൂൾസ് ആൻഡ് റെഗുലേഷൻ കുറെ വരാനുണ്ട്. അതെന്താണ് അതിന്റെ നിയമങ്ങൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാനുണ്ട്. അപ്പോൾ ലേബർ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ESA PF ഡിപ്പാർട്ട്മെന്റ് എന്തായാലും ഉടനെ ഇങ്ങനെ ക്ലാരിറ്റി തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡഡ് കവറേജ് ആസ് പെർ ദി എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട്. പഴയ എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് പ്രകാരം ഈ പറയുന്ന വീട്ടിൽ നിന്ന് ഓഫീസിലേക്കോ അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് വല്ല ആക്സിഡന്റ് പറ്റിയാൽ അത് എംപ്ലോയിക്ക് കോമ്പൻസേഷൻ കിട്ടാനുള്ള അധികാരം റൈറ്റ് ഉണ്ടായിരുന്നില്ല. എംപ്ലോയർ അങ്ങനെ കോമ്പൻസേഷൻ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതായത് വീട്ടിൽ നിന്ന് ഓഫീസിലേക്കും ഓഫീസിൽ നിന്ന് വീട്ടിലേക്കും പോകുമ്പോൾ വല്ല ആക്സിഡന്റ് പറ്റിയാൽ അങ്ങനെ കോമ്പൻസേഷൻ കൊടുക്കേണ്ട ആവശ്യം മുമ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ പുതിയ കോഡ് പ്രകാരം വീട്ടിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസിലേക്ക് വരുമ്പോഴോ ആക്സിഡന്റ് പറ്റിയാൽ അത് എംപ്ലോയർക്ക് ലയബിലിറ്റി ഉണ്ട്. പക്ഷെ ഈ കോഡ് പ്രകാരം എല്ലാ എംപ്ലോയീസിനും ലയബിലിറ്റി ഇല്ല. എല്ലാ എംപ്ലോയീസിനും നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഷെഡ്യൂൾ ഉണ്ട്. ആ ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്ന എംപ്ലോയീസിന് വേണ്ടി മാത്രമാണ് ഈ പറയുന്ന നിയമം ബാധകമുള്ളൂ. നിങ്ങൾ ഷെഡ്യൂൾ എടുത്ത് നോക്കുക. ആ ഷെഡ്യൂളിൽ പുറത്തുള്ള എംപ്ലോയീസിന് ഈ പറയുന്ന കോമ്പൻസേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല.
പിന്നെ ഗ്രാറ്റുവിറ്റി ഫോർ ഫിക്സഡ് ടേം എംപ്ലോയ്മെന്റ്. ഫിക്സഡ് ടേം എംപ്ലോയീസിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് മിനിമം 1 ഇയർ കഴിഞ്ഞാൽ ഈ പറയുന്ന കോൺട്രാക്ട് എംപ്ലോയീസിന് ഗ്രാറ്റുവിറ്റി കൊടുക്കേണ്ട ബാധ്യത എംപ്ലോയർക്കുണ്ട്. അത് ഫിക്സഡ് ടേം എംപ്ലോയിന് ആയിരിക്കണം എന്നുള്ളൂ, കോൺട്രാക്ട് ബേസ് ആയിരിക്കണം എന്നുള്ളൂ. പെർമനന്റ് എംപ്ലോയീസിന് വല്ല മാറ്റങ്ങളൊന്നുമില്ല. പഴയ പോലെ 5 ഇയേഴ്സ് റൂൾ ആണ് ഇപ്പോഴും ബാധകം. സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ട് ഫോർ ഗിഗ് വർക്കേഴ്സ്. ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ട് ഈ ഗിഗ് വർക്കേഴ്സിനും പ്ലാറ്റ്ഫോം വർക്കേഴ്സിനും എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇതിനകത്ത് അപ്പൊ നമ്മൾ ഈ പറയുന്ന സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ടിലേക്ക് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും അഗ്രിഗേറ്ററും ഈ പറയുന്ന സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ടിലേക്ക് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇത് മെയിനായി ഗിഗ് വർക്കേഴ്സ്, പ്ലാറ്റ്ഫോം വർക്കേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. അതേപോലെ തന്നെ നാഷണൽ സോഷ്യൽ സെക്യൂരിറ്റി ബോർഡ്, ഈ സെൻട്രൽ ഗവൺമെന്റ് PF ESIന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സെക്യൂരിറ്റി ബോർഡ്, അത് ESIPF മെയിൻറ്റെയിൻ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ESIPFന്റെ വേജസും അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് സെൻട്രൽ ഗവൺമെന്റ് ഉടനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത് മുമ്പും ഈ കോഡ്, ഈ പറയുന്ന ബോർഡ് ഉണ്ട്. അപ്പൊ അത് ഒന്നും കൂടെ കോഡിൽ ഒന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് പ്രകാരമുള്ള റൂൾസ് ഒന്നും മാറ്റമില്ല. മെറ്റേണിറ്റി ബെനിഫിറ്റിൽ പുതിയ കോഡും പഴയ നിയമവും പുതിയ നിയമവും ഒന്ന് തന്നെയാണ്. അതിനകത്ത് മാറ്റമൊന്നുമില്ല. പിന്നുള്ളത് പിന്നെ 50 or more എംപ്ലോയീസ് ഉണ്ടെങ്കിൽ, ഒരു കമ്പനിയിൽ 50 or more എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവർ ക്രഷ് ഫെസിലിറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അത് പഴയ ആക്ടിലുണ്ട്, പുതിയ ആക്ടിലുണ്ട്. പിന്നെ ഫ്ലെക്സിബിൾ മെഡിക്കൽ ബോണസ്. ഈ പറയുന്ന മെറ്റേണിറ്റി ആക്ട് പ്രകാരം, മുമ്പത്തെ മെറ്റേണിറ്റി ആക്ട് പ്രകാരം ഒരു എംപ്ലോയിക്ക് മെഡിക്കൽ ബോണസും കിട്ടാനുള്ള അർഹത ഉണ്ടായിരുന്നു. അത് 3,500 ആയിരുന്നു. 3,500 rupees ആയിരുന്നു മുമ്പത്തെ മെഡിക്കൽ ബോണസ് കൊടുക്കേണ്ടത്. മുമ്പത്തെ ആക്ട് പ്രകാരം 3,500 rupees ആണ് മെഡിക്കൽ ബോണസായി കൊടുക്കേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ കോഡ് പ്രകാരം അങ്ങനെ എമൗണ്ട് ഇല്ല. ആ എമൗണ്ട് ഉടനെ എത്രയാണ് എമൗണ്ട് എന്ന് ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ഉടനെ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. പിന്നെയുള്ള ഒക്യുപ്പേഷൻ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്ക് കണ്ടീഷൻ കോഡ്. ഇതാണ് വേറൊരു പ്രധാനപ്പെട്ട കോഡ്. ഇതാണ് ലാസ്റ്റ് കോഡ്. ഈ പറയുന്ന 13 ലേബർ ലോ ആണ് റിപ്പീൽ ചെയ്തിരിക്കുന്നത്. ഈ 13 ലേബർ ലോന് പകരമാണ് ഈ ഒക്യുപ്പേഷൻ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡ് വന്നിരിക്കുന്നത്. ഈ പറയുന്ന 13 ലേബർ ആക്ട് ഈസ് അബോളിഷ്ഡ്. ദാറ്റ് ഫാക്ടറീസ് ആക്ട്, മൈൻസ് ആക്ട്, ഡോക്ക് വർക്കേഴ്സ് ആക്ട്, കോൺട്രാക്ട് ലേബർ ആക്ട്, ഇൻഡസ്ട്രിയൽ മൈഗ്രന്റ് വർക്കേഴ്സ് ആക്ട്, ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്യൂമർ വർക്കേഴ്സ് ആക്ട്, പ്ലാന്റേഷൻ ലേബർ ആക്ട്. പിന്നെ വർക്കിംഗ് ജേർണലിസ്റ്റ് ആക്ട്, മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആക്ട്, സെയിൽസ് പ്രൊമോഷൻ എംപ്ലോയീസ്, BD ആൻഡ് സിഗർ വർക്കേഴ്സ് ആക്ട്, പിന്നെ സൈൻ വർക്കേഴ്സ് ആക്ട്. ഈ പറയുന്ന 13 ആക്ടാണ് റിപ്പീൽ ചെയ്തിരിക്കുന്നത്. അതിന് പകരമാണ് ഒക്യുപ്പേഷൻ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്ക് കണ്ടീഷൻ കോഡ് വന്നിരിക്കുന്നത്. പിന്നെ ഉള്ളത്, പണ്ടത്തെ ഫാക്ടറി ആക്ട് പ്രകാരം 10ൽ കൂടുതൽ വർക്കേഴ്സ് മാനുഫാക്ചറിംഗ് പ്രോസസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഫാക്ടറി ഡെഫിനിഷൻ വരുന്നുള്ളൂ. പക്ഷേ പുതിയ കോഡ് പ്രകാരം അത് 20 or more എംപ്ലോയീസ് ആയിട്ടുണ്ട്, 20 or more വർക്കേഴ്സ് ആയിട്ടുണ്ട്. If a factory is doing any manufacturing process and have more than 20 or more workers, then that establishment is known as factory. അതായത് 20 or more വർക്കേഴ്സ് ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും മാനുഫാക്ചറിംഗ് പ്രോസസ് നടത്തുന്നുണ്ടെങ്കിൽ ആ എസ്റ്റാബ്ലിഷ്മെന്റ് ഫാക്ടറിയായി കണക്കാക്കും. മുമ്പ് 10 ആയിരുന്നു, ഇപ്പൊ 20 ആക്കിയിട്ടുണ്ട്. പിന്നെ വിത്തൗട്ട് പവർ, മുമ്പ് 10 വിത്ത് പവർ ആയിരുന്നു, 20 വിത്തൗട്ട് പവർ ആയിരുന്നു, ഇപ്പോ 40 വിത്തൗട്ട് പവർ ആക്കിയിട്ടുണ്ട്. വിത്തൗട്ട് പവർ ഈ പറഞ്ഞ ഇലക്ട്രിസിറ്റി കൂടാതെ ഏതെങ്കിലും മാനുഫാക്ചർ പ്രോസസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ഫാക്ടറിയായി കണക്കാക്കുള്ളൂ. അത് 40+ എംപ്ലോയീസ്, 40+ വർക്കേഴ്സ് ഉണ്ടായിരിക്കണം. 40+ വർക്കേഴ്സ് ആണെങ്കിൽ മാത്രമേ ഫാക്ടറി ആക്ട് ബാധകമുള്ളൂ. ഇതാണ് ഫാക്ടറി ഡെഫിനിഷൻ മാറിയിട്ടുണ്ട്. പക്ഷെ വേറൊരു മാറ്റം ഇല്ലാത്തെന്ന് പറഞ്ഞാൽ ഫാക്ടറി ലൈസൻസ്, ഫാക്ടറി രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ 10ൽ കൂടുതൽ എംപ്ലോയീസ് ഉണ്ടെങ്കിലും നിങ്ങൾ ഫാക്ടറി രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഇപ്പൊ രജിസ്ട്രേഷൻ പാർട്ട് മാത്രം 10 or more എംപ്ലോയീസ് ആണ്, അല്ലെങ്കിൽ 20 or more എംപ്ലോയീസ് ആണ് നമ്മൾ എടുക്കുന്നത്. 20 or 40 at the case may be. അങ്ങനെയാണ് ഫാക്ടറി ഡെഫിനിഷൻ പറയുന്നത്.
പിന്നെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് കംപ്ലൈൻസസ്, മൾട്ടിപ്പിൾ ഫോംസ് ആൻഡ് രജിസ്റ്റേഴ്സ്. അതായത് മുമ്പത്തെ ആക്ട് പ്രകാരം കുറെ രജിസ്റ്റേഴ്സ് റെക്കോർഡ്സ് ഉണ്ടായിരുന്നു, മൾട്ടിപ്പിൾ ഫോംസ് രജിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ആക്ട് പ്രകാരം ഈ മൾട്ടിപ്പിൾ രജിസ്റ്റേഴ്സ് ഫോം ഈസ് അബോളിഡ് ആൻഡ് ഇറ്റ് ഈസ് ഡിക്രീസ് ടു വെരി ലിമിറ്റഡ് നമ്പർ ഓഫ് ഫോംസ്. അതായത് മുമ്പ് കുറെ രജിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, എനിക്ക് ഒന്ന് 10-20 രജിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് 4 ചുരുക്കിയിട്ടുണ്ട്. പിന്നെ സിംഗിൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, അതായത് മുമ്പ് ഈ രജിസ്ട്രേഷൻസ് 6 ഉണ്ടായിരുന്നു, അതിന്റെ പകരം ഇപ്പൊ 1 ഉള്ളൂ. മുമ്പ് നിങ്ങൾ 6 രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ പക്ഷെ അത് 1 മാറ്റിയിട്ടുണ്ട്. അതായത് സ്ട്രീം ലൈൻ രജിസ്ട്രേഷൻ, എല്ലാ രജിസ്ട്രേഷനും സ്ട്രീം ലൈൻ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ കോൺട്രാക്ടർ ആണെങ്കിൽ ആ കോൺട്രാക്ടർ പാൻ ഇന്ത്യക്ക് ഒരു ലൈസൻസ് മാത്രം മതി. എല്ലാ സ്റ്റേറ്റിലും നമ്മൾ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഈ പറയുന്ന കോഡ് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്റർ മോഡൽ. ഇപ്പോൾ ഇൻസ്പെക്ടർ പേര് മാറ്റിയിട്ടുണ്ട്, ഫെസിലിറ്റേറ്ററും കൂടിയാണ്. അതായത് എംപ്ലോയർക്കും ദി ഇൻസ്പെക്ടർ ഹാസ് ടു അഡ്വൈസ് ബോത്ത് ദി എംപ്ലോയർ ആൻഡ് എംപ്ലോയി ടു ഡു ദി കംപ്ലൈൻസ്. ഏതെല്ലാം കംപ്ലൈൻസ് ആണ് എംപ്ലോയി ചെയ്യേണ്ടത് അത് ഇൻസ്പെക്ടർ അഡ്വൈസ് ചെയ്യണം. അത് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇൻസ്പെക്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോയിന്റ്മെന്റ് ലെറ്റേഴ്സ് ഫോർ ഓൾ ദി എംപ്ലോയീസ്. ഈ പുതിയ കോഡ് പ്രകാരം എല്ലാ എംപ്ലോയീസിനും അപ്പോയിന്റ് ലെറ്റർ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. മുമ്പത്തെ ആക്ട് പ്രകാരം അപ്പോയിന്റ് ലെറ്റർ കൊടുക്കേണ്ട കാര്യമൊന്നും പറയുന്നില്ല. പക്ഷെ കേരളത്തിൽ ഷോപ്പ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അപ്പോയിന്റ് ലെറ്റർ കൊടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. പക്ഷെ ബാക്കി എല്ലാ സ്റ്റേറ്റ്സും അപ്പോയിന്റ് ലെറ്റർ കൊടുക്കുന്ന കാര്യം പറയുന്നില്ല. പക്ഷെ ഇപ്പോ ഈ കോഡ് പ്രകാരം എല്ലാവരും അപ്പോയിന്റ് ലെറ്റർ കൊടുത്തിരിക്കണം. അപ്പോയിന്റ് ലെറ്റർ ഹാസ് ടു ബി ഗിവൺ ടു ഓൾ ദി എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസിനും ഈ പറയുന്ന അപ്പോയിന്റ് ലെറ്റർ കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. Employer must give every new employee a formal letter of appointment with prescribed information. ഈ പ്രിസ്ക്രൈബ് ഫോർമാറ്റിൽ ഈ കോഡിലും റൂളിലും പറഞ്ഞിരിക്കുന്നത് പ്രിസ്ക്രൈബ് ഫോർമാറ്റിൽ എല്ലാ എംപ്ലോയീസിനും അപ്പോയിന്റ് ലെറ്റർ കൊടുത്തിരിക്കണം. ഇപ്പൊ നിലവിലുള്ള എംപ്ലോയീസ് ആണെങ്കിൽ നിങ്ങൾ 3 മാസത്തിനുള്ളിൽ ഈ പറയുന്ന റൂൾസ് വന്ന ശേഷം, ഈ റൂൾ ഇതുവരെ വന്നിട്ടില്ല, ആക്ട് മാത്രമേ വന്നിട്ടുള്ളൂ, കോഡ് മാത്രമേ വന്നിട്ടുള്ളൂ. റൂൾ വന്ന ശേഷം നിങ്ങൾ 3 മാസത്തിനുള്ളിൽ നിങ്ങൾ ഈ പറയുന്ന അപ്പോയിന്റ് ലെറ്റേഴ്സ് ഈ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനും ഇപ്പൊ നിലവിലുള്ള എംപ്ലോയീസിനും കൊടുത്തിരിക്കണം. പിന്നെ കോൺട്രാക്ട് ലേബർ ആൻഡ് കോർ ആക്ടിവിറ്റി ഡെഫിനിഷൻ. മുമ്പത്തെ ആക്ട് പ്രകാരം കോൺട്രാക്ട് ലേബർ ഇസ് അപ്ലിക്കബിൾ അല്ലെങ്കിൽ കോൺട്രാക്ട് ലേബർ ആക്ട് ഇസ് അപ്ലിക്കബിൾ ഇഫ് 20 or more കോൺട്രാക്ട് ലേബേഴ്സ് ആർ വർക്കിംഗ്. മുമ്പ് 20 or more കോൺട്രാക്ട് ലേബേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോൺട്രാക്ട് ലേബർ ആക്ടിൽ വരുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോൾ 50 കോൺട്രാക്ട് ലേബേഴ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞ കോൺട്രാക്ട് ലേബർ ആക്ട് പുതിയ കോഡ് പ്രകാരം 50 കോൺട്രാക്ട് ലേബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന പ്രൊവിഷൻ ബാധകമുള്ളൂ. പിന്നെ വേറെ ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഹിബിഷൻ ഫ്രെയിംവർക്ക്. അതായത് ഒരു കമ്പനിയുടെ കോർ ആക്ടിവിറ്റിയിൽ കോൺട്രാക്ട് ലേബേഴ്സിനെ എംപ്ലോയ് ചെയ്യാനുള്ള റൈറ്റ് ഈ പറഞ്ഞ എംപ്ലോയർക്കില്ല. കോർ ആക്ടിവിറ്റി ഒരു കമ്പനിയുടെ കോർ ആക്ടിവിറ്റി ആണെന്ന് ചോദിച്ചു, ആ കോർ ആക്ടിവിറ്റിയിൽ കോൺട്രാക്ട് ലേബേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള റൈറ്റ് ഈ പറയുന്ന എംപ്ലോയർക്കില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു IT കമ്പനിയാണെന്ന് വെച്ചാൽ അപ്പൊ IT കമ്പനിയിൽ സോഫ്റ്റ്വെയർ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഔട്ട്സോഴ്സ് ചെയ്യാനുള്ള റൈറ്റ് ഈ പറയുന്ന IT കമ്പനിക്ക് ഇല്ല. കാരണം IT കമ്പനിയുടെ കോർ ആക്ടിവിറ്റി മറ്റേ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ അങ്ങനത്തെ കേസിൽ പറഞ്ഞ പുറത്തുള്ള കോൺട്രാക്ട് ലേബേഴ്സിന് അല്ലെങ്കിൽ കോൺട്രാക്ട് വർക്കേഴ്സിനെ എംപ്ലോയ് ചെയ്യാൻ പാടില്ല. പിന്നെ അതിനകത്ത് ഒരു എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻ അലൗഡ് ഇഫ് ദി വർക്ക് ഈസ് ഓർഡിനറി ഡൺ ത്രൂ കോൺട്രാക്ട്. അതായത് നിങ്ങൾ പണ്ട് മുതലേ ഈ ഒരു വർക്ക് കോൺട്രാക്ടറിന്റെ ത്രൂ ആണ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഫുൾ ടൈം വർക്കേഴ്സിന് ആവശ്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു വർക്ക് വന്നാൽ ആ 3 കേസിലും മാത്രമേ നിങ്ങൾക്ക് കോർ ആക്ടിവിറ്റിയിൽ ഈ പറയുന്ന കോൺട്രാക്ട് ലേബേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ റൈറ്റ് ഉള്ളൂ. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എംപ്ലോയി ആരാണോ ഈ കോൺട്രാക്ട് ലേബേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്, ആ കോൺട്രാക്ട് ലേബർ അപ്പോയിന്റ് ചെയ്യുമ്പോൾ പ്രിൻസിപ്പൽ എംപ്ലോയീസ് ലയബിൾ. അതായത് കോൺട്രാക്ടർ ബോണസും ഗ്രാറ്റുവിറ്റിയും വേജസും കൊടുത്തിട്ടില്ലെങ്കിൽ പ്രിൻസിപ്പൽ എംപ്ലോയി ആരാണ് കോൺട്രാക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആ എംപ്ലോയർ ബോണസും ഗ്രാറ്റുവിറ്റിയും സാലറിയും കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഫോർ എക്സാമ്പിൾ ഒരു കോൺട്രാക്ട് എംപ്ലോയിക്ക് സാലറിയോ ബോണസോ ഗ്രാറ്റുവിറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ മെയിൻ എംപ്ലോയർക്കാണ് അതിന്റെ ബാധ്യത. അതാണ് ഈ പറയുന്ന കോൺട്രാക്ട് ലേബറിൽ പുതിയ പ്രൊവിഷൻ പറയുന്നത്.
പിന്നെ അത് എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ ഫോർ മൈഗ്രന്റ് വർക്കേഴ്സ്. ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ മൈഗ്രന്റ് വർക്കേഴ്സിന്റെ ഡെഫിനിഷൻ മാറിയിട്ടുണ്ട്. അതായത് ഈ പറയുന്ന കോഡ്, ഈ പറയുന്ന OSH കോഡ് 10 അല്ലെങ്കിൽ അതിൽ കൂടുതൽ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന കോഡ് ബാധകമുള്ളൂ. 10 കുറവാണെങ്കിൽ ഈ പറയുന്ന കോഡ് ഒരു കമ്പനിക്കും ബാധകമല്ല. 10 or more എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ആ കോഡ് കമ്പനിക്ക് ബാധകമാണ്. പിന്നെ ഇൻഡസ്ട്രിയൽ മൈഗ്രന്റ് വർക്കേഴ്സിന്റെ ഡെഫിനിഷൻ മാറിയിട്ടുണ്ട്. മുമ്പ് ഏതെങ്കിലും കോൺട്രാക്ട് ത്രൂ ആണ് ഏതെങ്കിലും പുറത്തുനിന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് എംപ്ലോയീസിനെ കൊണ്ടുവന്നാൽ മാത്രമേ ആ വർക്കേഴ്സിനെ ഇൻഡസ്ട്രിയൽ മൈഗ്രന്റ് വർക്കേഴ്സായി കണക്കാക്കൂ. ഫോർ എക്സാമ്പിൾ, ഒരു കോൺട്രാക്ടർ ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്ക് ഒരാൾ കൊണ്ടുവന്നു. അത് കോൺട്രാക്ടർ കൊണ്ടുവന്നാൽ മാത്രമേ ആ എംപ്ലോയിനെ ഇൻഡസ്ട്രിയൽ മൈഗ്രന്റ് വർക്കറായി കണക്കാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ പുതിയ കോഡ് പ്രകാരം നിങ്ങൾ കോൺട്രാക്ടർ അല്ലാതെ പ്രിൻസിപ്പൽ എംപ്ലോയർ അല്ലെങ്കിൽ മെയിൻ എംപ്ലോയറും വേറെ സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവന്നാൽ ആ എംപ്ലോയിനെയും ഇൻഡസ്ട്രിയൽ മൈഗ്രന്റ് വർക്കറായി കണക്കാക്കാം. അതാണ് ഇൻഡസ്ട്രിയൽ മൈഗ്രന്റ് വർക്കേഴ്സിന്റെ ഡെഫിനിഷൻ മാറിയിരിക്കുന്നത്. That is recruited in one state for a job in another state by the employer or contractor. കോൺട്രാക്ടറോ എംപ്ലോയറോ വേറെ സ്റ്റേറ്റിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നാലും അവർ ഇൻഡസ്ട്രിയൽ മൈഗ്രന്റ് വർക്കറെ കണക്കാക്കും. അല്ലെങ്കിൽ ഒരു എംപ്ലോയി അവിടുന്ന് ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്നു. ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്നിട്ട് ആ എംപ്ലോയറിന്റെ അടുത്ത് ജോലിക്ക് വന്നു. എന്നാലും ആ എംപ്ലോയി ഇൻഡസ്ട്രിയൽ മൈഗ്രന്റ് വർക്കറാണ്. അതായത് ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്ക് ജോലി തേടി വന്ന ഒരു വർക്കറിനെ നിങ്ങൾ എംപ്ലോയ് ചെയ്താൽ ആ എംപ്ലോയി ഇൻഡസ്ട്രിയൽ മൈഗ്രന്റ് വർക്കറായി കണക്കാക്കും. പക്ഷെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ആ എംപ്ലോയിക്ക്, ആ വർക്കറിന് 18,000 മുകളിലാണ് സാലറി ആണെങ്കിൽ അത് ഇൻഡസ്ട്രിയൽ മൈഗ്രന്റ് വർക്കറായി കണക്കാക്കൂല. 18,000 താഴെയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ മൈഗ്രന്റ് വർക്കറായി കണക്കാക്കും. ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് ആയാലും ഗ്രോസറി ഷോപ്പ് ആയാലും വേറെ ഷോപ്പ് ആയാലും കുറെ ഇൻഡസ്ട്രിയൽ മൈഗ്രൻസ് കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അത് നിങ്ങൾ 18,000 താഴെയാണ് ഇൻഡസ്ട്രിയൽ മൈഗ്രന്റ് സാലറി ആണെങ്കിൽ നിങ്ങൾ ഇൻഡസ്ട്രിയൽ മൈഗ്രന്റ് വർക്കറിന്റെ ഡെഫിനിഷനിൽ വരും. അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന വർക്കേഴ്സിന് ആനുവൽ ട്രാവലിംഗ് അലവൻസ് കൊടുക്കേണ്ടി വരും. അതായത് വീട്ടിൽ നിന്ന്, അതായത് ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരാനുള്ള ട്രാവൽ അലവൻസും കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്ക് വരാനുള്ള ട്രാവൽ അലവൻസും എല്ലാം ഇപ്പൊ ഇൻഡസ്ട്രിയൽ മൈഗ്രന്റ് വർക്കേഴ്സിന് അലവൻസായി കൊടുക്കണം. അതാണ് എംപ്ലോയർക്ക് അധിക ലയബിലിറ്റിയായി വരുന്നത്. അതാണ് ഇൻഡസ്ട്രിയൽ മൈഗ്രന്റ് വർക്കേഴ്സിന്റെ ഡെഫിനിഷൻ മാറുന്നത്. അപ്പൊ അത് എന്തായാലും നിങ്ങൾ എല്ലാ സ്ഥാപനത്തിലും ഇൻഡസ്ട്രിയൽ മൈഗ്രന്റ് വർക്കേഴ്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നോക്കണം ഇൻഡസ്ട്രിയൽ മൈഗ്രന്റ് വർക്കേഴ്സ് നിങ്ങൾ ട്രാവൽ അലവൻസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടല്ലോ നോക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ക്രഷ് ഫെസിലിറ്റീസ്, പണ്ടത്തെ കോൺട്രാക്ട് ലേബർ ആക്ട് പ്രകാരം 30 വുമൺ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ മാത്രമേ ക്രഷ് ഫെസിലിറ്റിന് ആവശ്യമുള്ളൂ. ഇപ്പോഴത്തെ പുതിയ കോഡ് പ്രകാരം 50 more എംപ്ലോയീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ക്രഷ് ഫെസിലിറ്റിന് ആവശ്യമുള്ളൂ. 50 more എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ മെയിൽ ഫീമെയിൽ ഉൾപ്പെടെയാണ് കേട്ടോ. മെയിൽ ഫീമെയിൽ ജെൻഡർ ഉൾപ്പെടെയാണ്, എല്ലാ ജെൻഡേഴ്സ് ഉൾപ്പെടെയാണ് 50 more വർക്കേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ എംപ്ലോയർക്കും കോൺട്രാക്ടർക്കും ഈ ക്രഷ് ഫെസിലിറ്റി കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. പിന്നെ ക്യാൻറ്റീന്, റെസ്റ്റ് റൂം. സാധാരണ ഈ കേസിൽ കോൺട്രാക്ടർ പണ്ടത്തെ നിയമമാണെങ്കിൽ കോൺട്രാക്ടർ ആയിരുന്നു ഈ റെസ്റ്റ് റൂം ക്യാൻറ്റീന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ നിയമപ്രകാരം നിങ്ങളുടെ സ്ഥാപനത്തിൽ 50 പേരുണ്ടെങ്കിൽ, 50 എംപ്ലോയീസ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ റെസ്റ്റ് റൂം പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ക്യാൻറ്റീൻ, നിങ്ങൾക്ക് 100 or more എംപ്ലോയീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്യാൻറ്റീനും പ്രൊവൈഡ് ചെയ്യണം. പണ്ട് കോൺട്രാക്ടറുടെ ബാധ്യതയായിരുന്നു ഇതെല്ലാം കൊടുക്കേണ്ടത്. പക്ഷെ ഇപ്പോൾ ന്യൂ കോഡ് പ്രകാരം എംപ്ലോയറിന്റെ ബാധ്യതയാണ്. അത് നിങ്ങൾക്ക് 100 കൂടുതൽ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ക്യാൻറ്റീൻ ഫെസിലിറ്റി കൊടുക്കണം. പിന്നെ സാനിറ്ററി ഫെസിലിറ്റീസ്, നിങ്ങൾക്ക് മെയിൽ ഫീമെയിൽ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് സാനിറ്ററി ബെനിഫിറ്റ്, സാനിറ്ററി ഫെസിലിറ്റി നിങ്ങൾ കൊടുത്തിരിക്കണം. ഈവൻ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടെങ്കിലും നിങ്ങൾ വേറെ സെപ്പറേറ്റ് സാനിറ്ററി ഫെസിലിറ്റി കൊടുത്തിരിക്കണം. അതാണ് സാനിറ്ററി ഫെസിലിറ്റിയെ പറ്റി പറയുന്നത്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണെന്ന് പറഞ്ഞാൽ വുമൻസ് എംപ്ലോയ്മെന്റ് റിവല്യൂഷൻ. അതായത് പണ്ടത്തെ ആക്ട് പ്രകാരം ഈ വുമൺ എംപ്ലോയീസിന് രാത്രി വർക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ പുതിയ കോഡ് പ്രകാരം വുമൺ എംപ്ലോയി ക്യാൻ ഓൾസോ വർക്ക് ഇൻ ബിറ്റ്വീൻ 7 PM to 6 AM. 10 PM to 6 AM ഉള്ളിൽ വുമൺ എംപ്ലോയീസിനും ഇപ്പോൾ രാത്രി കാലങ്ങളിൽ വർക്ക് ചെയ്യാനുള്ള റൈറ്റ് കോഡ് കൊടുത്തിട്ടുണ്ട്. മുമ്പ് അങ്ങനെ പ്രൊഫഷൻ വുമൺ എംപ്ലോയീസിന് നൈറ്റ് വർക്ക് ചെയ്യാനുള്ള പ്രൊഫഷൻ ഉണ്ടായിരുന്നില്ല, എക്സെപ്റ്റ് IT ഇൻഡസ്ട്രിയിൽ പണ്ടും ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാ ഇൻഡസ്ട്രിയിലും ഈ വുമൺ എംപ്ലോയീസിന് രാത്രി ബിറ്റ്വീൻ 7 PM to 6 AM വർക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്.
പിന്നെ എൻഹാൻസ്ഡ് ലീവ് എൻടൈറ്റിൽമെന്റ് ആൻഡ് ഫാമിലി സപ്പോർട്ട്. ഈ പ്രൊവിഷൻ ശരിക്കും പണ്ട് ഫാക്ടറികൾക്ക് വേണ്ടി മാത്രം ബാധകം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പുതിയ കോഡ് പ്രകാരം ഫാക്ടറികൾക്കും പിന്നെ ഷോപ്പ് എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും എല്ലാവർക്കും, അതായത് എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും ഈ പറയുന്ന നിയമം ബാധകമാണ്. പണ്ട് ഫാക്ടറീസിന് വേണ്ടി മാത്രമായിരുന്നു ഈ ലീവ് എൻടൈറ്റിൽമെന്റ്. ഇപ്പൊ എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റിനും ഈ പറയുന്ന റൂൾ ബാധകമാണ്. ലീവ് എലിജിബിലിറ്റി: ഒരു വർക്കർ 180 ഡേയ്സിൽ കൂടുതൽ ഒരു കലണ്ടർ ഇയറിൽ വർക്ക് ചെയ്താൽ ആ എംപ്ലോയിക്ക് ലീവ് എലിജിബിലിറ്റി ഉണ്ടായിരുന്നു. മുമ്പ് 240 ഡേയ്സ് ആയിരുന്നു, ഇപ്പൊ 180 ഡേയ്സ് ആയിട്ട് കുറച്ചിട്ടുണ്ട്. 180 ഡേയ്സ് കൂടുതൽ ഒരു എംപ്ലോയി നിങ്ങളടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ലീവ് എലിജിബിലിറ്റി ഉണ്ട്. ഇതിനകത്ത് എത്ര ലീവ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ, വർക്കേഴ്സ് ഏൺ 1 day ലീവ് ഫോർ എവറി 20 days വർക്ക്. ഒരു എംപ്ലോയി 20 ദിവസം വർക്ക് ചെയ്താൽ ഒരു ദിവസത്തെ ലീവ് കൊടുത്തിരിക്കണം. every 1 day of leave for every 20 days work. If an employee are made to work for 20 days, then that employee is entitled for 1 day of leave. 1 day for every 20 days work. പിന്നെ ഈ പറഞ്ഞ ലീവ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ലീവ് ബാലൻസ് ഉണ്ടെങ്കിൽ 30 days വരെ നിങ്ങൾക്ക് ലീവ് ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. യു ക്യാൻ ക്യാരി ഫോർവേഡ് ദി ലീവ് ബാലൻസ് അപ് ടു 30 days. Excuse me, 30 sir. days കഴിഞ്ഞാൽ ദി എംപ്ലോയി ഹാസ് ദ റൈറ്റ് ടു എൻകാഷ് ഇറ്റ്. 30 days കഴിഞ്ഞാൽ ആ എംപ്ലോയിക്ക് എൻകാഷ് ചെയ്യാൻ റൈറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 40 days വരെ ഈ പറയുന്ന എംപ്ലോയിക്ക് ലീവ് ബാലൻസ് ഉണ്ടെന്ന് ചോദിച്ചോ. അങ്ങനെയാണെങ്കിൽ ആ 10 daysന്റെ സാലറി എൻകാഷ് ചെയ്യാൻ എല്ലാ കൊല്ലവും എംപ്ലോയിക്ക് 10 days സാലറി എൻകാഷ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതാണ് ഈ പറയുന്ന ലീവ് വേജസ് റൂളിൽ പറയുന്നത്. പിന്നെ ഫാമിലി ഡെഫിനിഷൻ മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കോഡ് പ്രകാരം ഡിപെൻഡന്റ് ഗ്രാൻഡ് പാരന്റ്സ് ഓഫ് വർക്കേഴ്സ് ആർ ഓൾസോ ഇൻക്ലൂഡ് ഇൻ ദി ഫാമിലി ഡെഫിനിഷൻ. പാരന്റ്സ് ഇൻ ലോ കൂടിയിട്ടുണ്ട്, പാരന്റ് ഇൻ ലോ കൂടിയിട്ടുണ്ട്, മദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ ഫോർ ഫീമെയിൽ എംപ്ലോയീസ് അവർക്കും കൂടിയിട്ടുണ്ട്. പിന്നെ മൈനർ ചിൽഡ്രൻ ആൻഡ് ഡിപെൻഡന്റ് പാരന്റ്. മൈനർ ചിൽഡ്രൻ ഡിപെൻഡന്റ് പാരന്റും ഈ ഫാമിലി ഡെഫിനിഷനിൽ വരുന്നതാണ്. അപ്പൊ ഈ പറയുന്ന 3 കാറ്റഗറീസിനെ ഫാമിലി ഡെഫിനിഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് സ്ലൈഡാണ് പെനാൽറ്റീസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെനാൽറ്റീസ് കൂടിയിട്ടുണ്ട്. അതായത് ആക്സിഡന്റോ ഡെത്തോ സംഭവിച്ചാൽ അതിന്റെ കോമ്പൻസേഷനോ അല്ലെങ്കിൽ ഡെത്തോ ആക്സിഡന്റോ എംപ്ലോയറിന്റെ കുഴപ്പം കൊണ്ട് സംഭവിച്ചാൽ എംപ്ലോയർ ലയബിൾ ഫോർ 2 years ഓഫ് ഇംപ്രിസൺമെന്റ്, 2 കൊല്ലത്തെ ഇംപ്രിസൺമെന്റോ അല്ലെങ്കിൽ 5 lakhs ഓഫ് ഫൈൻ, അല്ലെങ്കിൽ രണ്ടും കൂടി ഈ പറഞ്ഞ എംപ്ലോയർ അടക്കേണ്ടി വരും. അതായത് ആക്സിഡന്റോ ഡെത്ത് പെനാൽറ്റീസ്, ഏതെങ്കിലും എംപ്ലോയിക്ക് ആക്സിഡന്റോ ഡെത്തോ സംഭവിച്ചാൽ അത് എംപ്ലോയറുടെ കുറ്റം കൊണ്ടാണെങ്കിൽ എംപ്ലോയർ is liable to pay fine of up to 5 lakhs or imprisonment or both. അതാണ് ഡെത്ത് പെനാൽറ്റി. പിന്നെ നോൺ മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ്, ദ പെനാൽറ്റി നോട്ട് ലെസ് ദാൻ 50,000. അതായത് ഒരു ലേബർ ഓഫീസർ വന്നിട്ട് ഏതെങ്കിലും റെക്കോർഡ്സും രജിസ്റ്റേഴ്സ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ആ ലേബർ ഓഫീസർക്ക് 50,000 അല്ലെങ്കിൽ അപ് ടു 1 lakh വരെയുള്ള ഫൈൻ ഈടാക്കാനുള്ള അധികാരമുണ്ട്. അത് കോർട്ട് ത്രൂ ആണ് ചെയ്യാൻ പറ്റുള്ളൂ. 50,000 വരെയാണെങ്കിൽ ഈ പറഞ്ഞ വേറൊരു ഡെസിഗ്നേറ്റഡ് അണ്ടർ സെക്രട്ടറിക്ക് ചെയ്യാൻ പറ്റും. 50,000 മുകളിലാണെങ്കിൽ ആ കോർട്ട് ത്രൂ ഇപ്പം ലേബർ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്കെതിരെ ഫൈൻ ചുമത്താനുള്ള അധികാരമുണ്ട്. ഈ പറയുന്ന കോർട്ടിന്റെ പെർമിഷനോട് കൂടി കോർട്ടിന് ഓർ ദി കോർട്ട് ക്യാൻ ഇമ്പോസ് ഫൈൻ ഓഫ് അപ് ടു 50,000 അപ് ടു 1 lakh ഇഫ് പ്രോപ്പർ റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ആർ നോട്ട് മെയിൻറ്റെയിൻഡ്. പിന്നെ ഒബ്സ്ട്രക്റ്റിംഗ് ഇൻസ്പെക്ടേഴ്സ്, നിങ്ങൾ ഇൻസ്പെക്ടേഴ്സിനെ ഒബ്സ്ട്രക്ട് ചെയ്താൽ if you are obstructing an inspector, അപ്പോൾ നിങ്ങൾക്ക് ഇംപ്രിസൺമെന്റ് അപ് ടു 3 years ഓർ ഫൈൻ അപ് ടു 1 lakh കിട്ടാനുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നിങ്ങൾ ഇൻസ്പെക്ടറെ ഒബ്സ്ട്രക്ട് ചെയ്താൽ, ഇഫ് യു ആർ ഒബ്സ്ട്രക്റ്റിംഗ് ആൻ ഇൻസ്പെക്ടർ, യു ആർ എൻറ്റൈറ്റിൽഡ് ടു ഇംപ്രിസൺമെന്റ് അപ് ടു 3 years ഓർ ഫൈൻ അപ് ടു 1 lakh. പിന്നെ എംപ്ലോയി വയലേഷൻ, if the employer is not giving proper benefit to the employees, then the employer liable for a fine of up to 10,000. നിങ്ങൾ ഏതെങ്കിലും ഒരു എംപ്ലോയീസിന് എന്തെങ്കിലും ബെനിഫിറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ then that employee is entitled to fine, അല്ലെങ്കിൽ ആ എംപ്ലോയർ 10,000 rupees വരെ ഫൈൻ കൊടുക്കേണ്ടി വരും. അത് ലേബർ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കോടതിയുടെ അപ്രൂവൽ ത്രൂ you had to pay fine of up to 10,000. ഇത്രയാണ് പെനാൽറ്റീസ് വരുന്നത്. പെനാൽറ്റി നല്ലോണം കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. നമ്മൾ ഏതായാലും നിങ്ങൾ കമ്പനിയിൽ നോക്കണം, എല്ലാ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസും അല്ലെങ്കിൽ നിയമങ്ങളെല്ലാം പാലിക്കുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ കറക്റ്റായി നോക്കുക. ഇതോടെ എൻ്റെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്.
ബൈജു, ഓവർ ടു യു. താങ്ക് യു ഷമീൽ സാർ. സന്തോഷ് സാർ, ദേവകി മാം, ഇപ്പൊ ഡൗട്ട് ഉണ്ട്. സന്തോഷ് സാർ ചോദിക്കാം. ഒരു ഡൗട്ട് നേരത്തെ ഒന്ന് ചോദിച്ചിട്ടുണ്ട്, അതന്നെ. പിന്നെ ഒരു ഡൗട്ട് ഉള്ളത്, ഇപ്പൊ ആ. നോട്ടീസ് പീരീഡ് സ്റ്റാഫ് ആ. തന്നില്ലെങ്കില് അപ്പൊ ആ. അതിനെന്തായാലും ഇപ്പൊ നമ്മ നോട്ടീസ് പീരീഡ് അങ്ങോട്ട് കൊടുക്കും സ്റ്റാഫിന്, അതേ സ്റ്റാഫ് നോട്ടീസ് പീരീഡ് ഇല്ലാണ്ട് അങ്ങനെ മതിയാക്കിട്ട് പോയെങ്കിൽ അതിന് നമ്മ എന്താ ആക്ഷൻ എടുക്കണം? അത് എങ്ങനെ ആക്ച്വലി എന്ത് പ്രൊസീജിയർ? അതായത് എംപ്ലോയി നിങ്ങൾക്ക് നോട്ടീസ് പീരീഡ് ഇല്ലാതെ തന്നെ എംപ്ലോയി പോയി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതായാലും ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഒന്നെങ്കിൽ സിവിൽ കേസ് ഫയൽ ചെയ്തിട്ട് ആ പറയുന്ന എന്താ നഷ്ടം സംഭവിച്ചത്, എംപ്ലോയിക്ക് നഷ്ടം, നിങ്ങൾക്ക് എംപ്ലോയി പോയതുകൊണ്ട് നഷ്ടം സംഭവിച്ചെങ്കിൽ നിങ്ങൾ സിവിൽ കേസ് ഫയൽ ചെയ്ത് അതിന്റെ എന്താ പറഞ്ഞ അതിന്റെ നിങ്ങൾ നഷ്ടം നിങ്ങൾ ഈടാക്കണം. നഷ്ടം എന്ന് പറയുമ്പോ എങ്ങനെ നഷ്ടം? അല്ല, അതായത് നിങ്ങൾ ഏതായാലും എംപ്ലോയി നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾ അയാളുടെ വാങ്ങാനുള്ള നമുക്ക് പറ്റൂല. അപ്പൊ കോടതി ത്രൂ നമ്മൾ സിവിൽ കേസ് കൊടുത്തിട്ട് മാത്രമേ ഈ പറയുന്ന എംപ്ലോയീസിന്റെ അടുത്ത് ഈ പറയുന്ന എന്താ നഷ്ടം സംഭവിച്ചാൽ ആ നഷ്ടം ഈടാക്കാൻ പറ്റുള്ളൂ. ആ നഷ്ടം കോടതി തീരുമാനിക്കും. ആ നഷ്ടം കൊണ്ട് നിങ്ങൾ തെളിയിക്കാൻ പറ്റണം. ആ നഷ്ടം കൊണ്ട് ആ എംപ്ലോയി പോയതുകൊണ്ട് ഇത്ര കാര്യങ്ങൾ നമുക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ തെളിയിക്കാൻ പറ്റും. പിന്നെ ആ കേസിൽ ഇപ്പൊ ഒരു സാലറി ആയിട്ട് ഒരു 10 ദിവസം പണി എടുത്തിട്ട് ഒരു അബ്സ്കോണ്ടിങ് എന്ന് വിചാരിക്കാം. അപ്പൊ റിമൈനിങ് 10 ഡേയ്സിന്റെ സാലറി കൊടുക്കേണ്ടി വരും നമ്മൾ? അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫൈൻ ഡാമേജ് ആയി കണക്കാക്കാം. പക്ഷെ അതിന് അയാൾക്ക് നോട്ടീസെല്ലാം കൊടുത്ത് അതിന്റെ എന്താ പറഞ്ഞ അയാളുടെ കാര്യങ്ങൾ കേട്ട് അയാൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഒരു എൻക്വയറിയിൽ വെച്ച് പുതിയൊരു ഫൈൻഡിങ് വരണം. ഫൈനിങ് ഇല്ലാതെ നിങ്ങൾക്ക് വെറുതെ 10 ദിവസം സാലറി പിടിച്ചു വെക്കാനുള്ള റൈറ്റ് നിങ്ങൾക്കില്ല. പക്ഷെ നിങ്ങൾ അപ്പൊ അത് നോട്ടീസ് അയക്കണം. നോട്ടീസ് അയച്ചിട്ട് എന്താണ് അയാൾക്ക് കൂടെ എന്താണ് പറയാനുള്ളത് അതും കൂടെ കേട്ടിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ഓക്കെ. പിന്നെ വേറൊരു കേസ്, വുമൻ എംപ്ലോയീസ് കേസിൽ നമ്മ അക്കോമഡേഷൻ മുന്നേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ടൈമിങ്സ് പ്രശ്നം ഉണ്ടായില് റെസ്ട്രിക്ഷൻ ഉണ്ടാവും? ഇല്ല, അതായത് ഇപ്പൊ വുമൺ എംപ്ലോയീസിനെ 7 PM to 6 AM നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. റൂളിൽ കുറെ കണ്ടീഷൻ പറയുന്നുണ്ട്. ആ റൂള് അപ്ലൈബിൾ ആയില്ല. അപ്പൊ അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറെ കണ്ടീഷൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമ്മളിപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നത് കളക്ഷൻ ഏജന്റ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പം സ്റ്റാഫുകൾ കൂടുതലും കമ്മീഷൻ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. 100 രൂപ കളക്ട് ചെയ്താൽ അതിന് മുകളിൽ 3 രൂപ എന്നുള്ള രീതിയിൽ. അപ്പോ TDS പിടിച്ചിട്ട് തന്നെയായിരുന്നു ആ പേയ്മെന്റുകൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ 1 year കഴിയുമ്പം നമ്മള് ഗ്രാറ്റുവിറ്റി കാര്യങ്ങളെല്ലാം ഇവർക്കെല്ലാം ഈ കോൺട്രാക്ട് എംപ്ലോയീസ് അവര് കമ്മീഷൻ ബേസ് നമ്മൾ TDS പിടിച്ചിട്ട് കൊടുക്കുന്നെങ്കിലും ഇതെല്ലാം ആപ്ലിക്കബിൾ ആണോ? അതായത് TDS പിടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ലയബിലിറ്റി ഇല്ലാതാവില്ല. അതായത് നിങ്ങൾക്ക് എംപ്ലോയർ റിലേഷൻഷിപ്പ് വേണം അതിനകത്ത്. അതായത് നിങ്ങൾ കമ്മീഷൻ പറഞ്ഞല്ലോ, കമ്മീഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ടേംസ് ആൻഡ് കണ്ടീഷൻ എങ്ങനെയാ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ പണിയെടുക്കേണ്ട എപ്പം പണിയെടുത്താൽ മതി, സാലറി കൊണ്ട് മറ്റേ കമ്മീഷൻ എന്താ പറയുക സെയിൽസ് കൊണ്ടുവന്നോ അങ്ങനെയാണോ? ടാർഗറ്റ് ബേസ്ഡ് ആണ്. അതായത് ഇപ്പം ഇവര് ഡെയിലി ഫീൽഡിൽ പോകുമ്പോൾ അതിനിടെ കൂടി ഇവരുടെ കാര്യങ്ങളോ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. നമ്മൾ അതിൽ ബോധേഡല്ല. അവർ ആ ഒരു എമൗണ്ട് കളക്ട് ചെയ്താൽ അതിനാണ് കമ്മീഷൻ കൊടുക്കുന്നത്. അതും TDS ഫയൽ ചെയ്യുന്നുണ്ട്. ഫോം 16 പോകുന്നത്. അപ്പൊ അങ്ങനെയാണ് വരുന്നതെങ്കിൽ ഈവൻ കോൺട്രാക്ട് എംപ്ലോയീസ് ആണെങ്കിൽ കോൺട്രാക്ട് ആണ് ചെയ്യുന്നതെങ്കിലും ഈ എംപ്ലോയർ റിലേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ എഗ്രിമെന്റ് എഴുതുന്നില്ലായിരിക്കും. എഗ്രിമെന്റിൽ കുറെ കാര്യങ്ങൾ ചെയ്യണ്ട. അതിനകത്ത് നിങ്ങൾ ഈ പറയുന്ന എംപ്ലോയീസ് നമ്മൾ അപ്പോയിന്റ് ലെറ്റർ കൊടുക്കുന്നില്ല, നിങ്ങൾ എഗ്രിമെന്റിൽ എഴുതുന്നത് എന്താ ചെയ്യുന്നത്? അപ്പോയിന്റ് ലെറ്റർ അല്ലല്ല, എഗ്രിമെന്റിലാണ് നമ്മൾ ചെയ്യുന്നത്. എഗ്രിമെന്റ് എന്തെല്ലാം ചേർക്കുന്ന അതിന്റെ അനുസരിച്ചായിരിക്കും പോകുന്നത്. അതിനകത്ത് എംപ്ലോയി റിലേഷൻഷിപ്പ് ഈ പറയുന്ന എംപ്ലോയിക്ക് തെളിയിക്കാൻ പറ്റിയാൽ ബാധിക്കാൻ നിങ്ങൾ ഗ്രാറ്റുവിറ്റി കൊടുക്കണം. അത് എംപ്ലോയി റിലേഷൻ തെളിയിക്കണം. ഈ പറയുന്ന എംപ്ലോയി അങ്ങനെ തെളിയിക്കണം എന്നുള്ളത് അല്ലേ? ശരി ഓക്കെ. അതേപോലെ ഈ നോൺ മെയിൻ്റനൻസ് റെക്കോർഡ് പറഞ്ഞില്ലേ, അപ്പൊ അതിനകത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട റെക്കോർഡുകൾ എന്തെങ്കിലും നമുക്ക് നമ്മൾ റൂൾസിലെ പറയുന്നത് കുറച്ച് റെക്കോർഡ്സ് ഉണ്ട്, ഡീറ്റെയിൽസ് ഉണ്ട്. റൂൾസിലെ പറയുന്നത് റൂൾസ് ഇംപ്ലിമെന്റ് ആയിട്ടില്ല, അത് ഡ്രാഫ്റ്റ് സ്റ്റേജിലാണ്. റൂൾസും കൂടി ഇംപ്ലിമെന്റ് ചെയ്ത് കറക്റ്റ് ആയി വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തെല്ലാം വേണം. നമുക്കിപ്പോ ഈ പറഞ്ഞ 4 കോഡുകൾ ഇപ്പൊ നിലവിൽ വന്നോ? നമ്മൾ ഇപ്പൊ മുതലേ കംപ്ലൈന്റ് ചെയ്യണം അങ്ങനെയാണോ? അതോ വേറൊരു ഫ്യൂച്ചർ ഡേറ്റിലാണോ വരിക? അല്ല, അതായത് ഇപ്പൊ 4 കോഡും അപ്ലിക്കബിൾ ആണ് നിങ്ങൾക്ക്. അതായത് റൂൾ എന്ന് അത് ആക്ട് എന്ന് പറയുന്ന നിയമമാണ്. ഈ നിയമം ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറയുന്ന റൂളിൽ പറയുന്നത്. അത് വന്നിട്ടില്ല. പക്ഷെ ചില കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ റൂളിന്റെ ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ വേജസ്. വേജ് ഡെഫിനിഷനിൽ ഇപ്പൊ ഇംപ്ലിമെന്റ് ആയല്ലോ.
അപ്പോൾ അപ്പൊ അത് റൂളിന് ആവശ്യമില്ല. അപ്പൊ അത് അങ്ങനെയാണ് റൂളിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം. സാർ ഒരു ഡൗട്ട് ഇപ്പം പറഞ്ഞല്ലോ 7 ഡേയ്സിനുള്ളിൽ നമ്മൾ വേജസ് കൊടുക്കണം എന്നുള്ളത് പറഞ്ഞു. പിന്നെ സാർ ഇപ്പം ഈ മീറ്റിംഗിൽ പറഞ്ഞു ഒരാൾ പോവുകയാണെങ്കിൽ വിതിൻ 48 hours അവരെ സെറ്റിൽ ചെയ്യണം എന്നുള്ളതും പറഞ്ഞു. ആ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന എല്ലാ മാസവും 10-ാം തീയതി അല്ലെ 9-ാം തീയതിയാണ് പേയ്മെന്റ്, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനും ഈ 7-ാം തീയതി എന്നുള്ളത് ബാധകമാണോ? 7-ാം തീയതിക്ക് തന്നെ കൊടുക്കണമെന്നുണ്ടോ? 7-ാം തീയതി പേയ്മെന്റ് സൈക്കിൾ ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ 7-ാം തീയതി അങ്ങനെ തന്നെ വേണം അല്ലേ? ഈവൻ നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം അതാണേലും ഈ പറഞ്ഞ പോലെ തന്നെ റൂള് പറഞ്ഞ അനുസരിച്ച് തന്നെ ചെയ്യണം വേണം. അല്ലേ? ആ ശരി ശരി, ഓക്കെ താങ്ക് യു. സർ ഒരു ഡൗട്ട് ഉണ്ട്. ആ ഈ നമ്മള് കമ്പനി തന്നെ എംപ്ലോയിക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് 2 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ വേജിൽ കാണിക്കാൻ പറ്റുമോ ആ എമൗണ്ട്? ഇല്ല, അതായത് നിങ്ങൾ ഏതെങ്കിലും എമൗണ്ട് കൊടുക്കണമെന്ന് ചോദിച്ചോ. എമൗണ്ട് നിങ്ങൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ വേജസ് കൈൻഡിൽ വരും. നിങ്ങൾ ഡയറക്ടർ അല്ല ഫുഡ് കൊടുക്കുന്നത്. അല്ല, നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നു. ഇല്ല, ഡയറക്ടർ നിങ്ങൾ ഉണ്ടാക്കിയാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അവർ എങ്ങനെയാ നിങ്ങൾ ചെയ്യുന്നത്? അല്ല, നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മളെ ക്യാൻറ്റീനിൽ കൊടുക്കുന്നത്. സാർ അതിന്റെ എക്സ്പെൻഡിച്ചറിൽ കാണിക്കൂലേ? കമ്പനി അതിന്റെ എക്സ്പെൻഡിച്ചർ എടുക്കുമല്ലോ. എക്സ്പെൻഡിച്ചർ കാണിക്കുന്നുണ്ടാവും. അതായത് നിങ്ങൾ ഇൻകം ടാക്സില് അത് നിങ്ങളുടെ എക്സ്പെൻഡിച്ചർ ആയിട്ട് നിങ്ങൾ ഡിക്ലെയർ ചെയ്യും. അപ്പൊ ഇത് ഷമീൽ സാർ പറഞ്ഞ പോലെ ഒരു കൈൻഡ് ആയിട്ട് വരൂലല്ലോ. അത് എനിക്ക് തോന്നുന്നില്ല, ഫുഡ് കൂപ്പൺ പോലെ അല്ലല്ലോ അത്. അല്ല, ഇതിനകത്ത് പക്ഷെ നിങ്ങൾ ഈ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കില്ലല്ലോ. ഇത് ശരിക്കും ഒരു എക്സ്പെൻസ് ആണെങ്കിൽ ഈ പറഞ്ഞ കൈൻഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് എംപ്ലോയീസിന് കൊടുക്കുന്നില്ല. അപ്പൊ സെയിം ഡയറക്റ്റ് ആയിട്ട് സാലറി മറ്റേ പേയ്മെന്റ് കൊടുക്കുന്നില്ല, ഫുഡ് ആയിട്ടല്ലേ കൊടുക്കുന്നത്. അപ്പൊ അത് കൈൻഡ് ആയി വരും. 50% ഒരു കാറ്റഗറി വരും. അക്കോമഡേഷൻ ഫുഡ് സെയിം 50% കാറ്റഗറിയിൽ വരും. 15% അത്. ദേവകിമ എന്തോ ചോദിച്ചല്ലോ. പിന്നെ സർ അതെ, 20 days ഫോർ എവറി 20 days നമ്മൾ ഒരു ലീവ് കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ എവറി 20 days എന്ന് പറയുന്നത് കണ്ടിന്യൂസ് വർക്കിംഗ് ഫോർ 20 days ആണോ, അതോ ഇടയ്ക്ക് അവർക്ക് ഓഫ് വരുമല്ലോ, അപ്പൊ അത് ഇൻക്ലൂഡഡ് ആണോ? അതിൽ ഒരു കണ്ടിന്യൂസ് വേണമെന്നില്ല. ടോട്ടൽ 20 days വർക്ക് ചെയ്ത് 1 day ലീവ്. ഓക്കെ, ടോട്ടൽ 20 days വർക്ക് ചെയ്താൽ 1 day ലീവ്. ഇപ്പൊ ഇടയിൽ ഓഫ് ആയാലും കുഴപ്പമില്ല എന്ന് വെച്ചാൽ നമുക്ക് സൺഡേ ഓഫ് 20 days വർക്ക് ചെയ്യണം. ഓക്കെ. നമ്മൾ സാധാരണ അവർക്ക് മന്ത്ലി 1 ഒരു കാഷ്വൽ ലീവ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ അതും ഇതും കൂടി എങ്ങനെ നമുക്ക് അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് തരാമോ? ഇതിനകത്ത് ഒരു കുഴപ്പമാണ്. അതായത് ഷോപ്പ് ആൻഡ് സ്റ്റാർട്ട് പ്രകാരം 3 ലീവ് കൊടുക്കണമെന്ന് എഴുതുന്നുണ്ടല്ലോ. 36 days വരെയാണ് ലീവ് കൊടുക്കേണ്ടത്. സിക്ക് ലീവ്, ക്യാഷ് ലീവ്, പിന്നെ ഏൺ ലീവ്. അപ്പൊ അത് ഷോപ്പ് എക്സ്ട്രാക്ഷൻ വേറെ ഉണ്ട്, ഇപ്പൊ ലീവ് വേറെ ഉണ്ട്, ഈ കോഡിന് ലീവ് വേറെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് നിയമമാണ് മോർ ബെനിഫിഷ്യൽ ടു ദ എംപ്ലോയി അതാണ് കൊടുക്കേണ്ടത്. ഓക്കെ ഫൈൻ. ഏതാണ് മോർ ബെനിഫിഷ്യൽ ടു ദ എംപ്ലോയി അതാണ് കൊടുക്കേണ്ടത്. സർ അതുപോലെ നമ്മള് ഏൺഡ് ലീവ് ഇല്ലേ? ഏൺഡ് ലീവ് ശരിക്കും നിർബന്ധമായിട്ട് കൊടുക്കണോ? എങ്ങനെയാ ഏൺഡ് ലീവ്? ഷോപ്പ് എക്സ്ട്രാക്ഷൻ ആക്ട് പ്രകാരം 1 year വർക്ക് ചെയ്താൽ ഏൺഡ് ലീവ് കൊടുക്കണം. അപ്പൊ ഇത് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം എന്ന് പറയുമ്പോ ഈ പറയുന്ന കമ്പനി ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോഴാണോ ഇത് അപ്ലിക്കബിൾ ആവുന്നത്, അതോ ഇസ് ദിസ് അപ്ലിക്കബിൾ ടു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ഓൾസോ? ഷോപ്പ് അതായത് 2 തരം കമ്പനീസ് ഉള്ളത്. ഒന്ന് ഫാക്ടറി, പിന്നെ ഷോപ്പ് എസ്റ്റാബ്ലിഷ്മെന്റ്. ഫാക്ടറി അല്ലെങ്കിൽ ബാങ്ക് ഒഴിച്ച് എല്ലാം ഷോപ്പ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. ബാങ്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിച്ചിട്ട് ഈ പറയുന്ന ഷോപ്പ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി ഒഴിച്ച് ബാക്കിയെല്ലാം ഏകദേശം എല്ലാം ഷോപ്പ് എസ്റ്റാബ്ലിഷ്മെന്റ് പെടും. ഈവൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആയാലും കമ്പനി ജസ്റ്റ് ഒരു കമ്പനി അല്ലേ. അത് അതിനകത്ത് ചെയ്യുന്നില്ലേ? രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ചെയ്യുന്നതല്ലേ? മറ്റേത് ലേബറിലല്ലേ? ഷമീൽ സാർ പറയുന്ന ലേബറിലാണ്. ROC പറയുന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ചെയ്യുക. അപ്പോ ഷമീൽ സാറിന്റെ പിന്നെ ഇത് കേട്ടപ്പോഴാണ് മനസ്സിലായത് കുറെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, കുറെ കൺഫ്യൂഷൻസും ഉണ്ട്. അപ്പൊ ഷമീൽ സാറ് ഇതിന്റെ ഒരു കോഴ്സ് എനിക്ക് തോന്നുന്നു ഒരാഴ്ചക്ക് ഒരു കോഡ് എന്നുള്ള വിധത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഞാനിത് കേട്ടപ്പോ എനക്ക് മനസ്സിലായത് അങ്ങനെ പഠിച്ചാൽ ഇത് മനസ്സിലാവുള്ളൂ. അത് കറക്റ്റ് ആണ്. ഇതിപ്പോ നമുക്ക് ഒരു ക്ലാസ് കേട്ടപ്പോ ഇതുകൊണ്ടുണ്ടായ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇതിനകത്ത് എന്തൊക്കെ കവേർഡ് ആണെന്നുള്ളത് ക്വിക്ക് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റി. പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും. അപ്പൊ സാറോട് ഞാൻ വൈകുന്നേരം സംസാരിച്ചപ്പോ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് അത്ര ഓടിയില്ല. പക്ഷെ ഇത് കേട്ടപ്പോ മനസ്സിലായി. ഇപ്പൊ ആദ്യത്തെ ആ കോഡ് ഇതാകുമ്പോ തന്നെ ആ വേജസിന്റെ ഇത് പറയുമ്പോ തന്നെ ഭയങ്കര കൺഫ്യൂഷനാണ്. പിന്നെ ആ 50% അത് ഇത് എന്നൊക്കെ പറയും. പക്ഷെ അത് ശരിക്കും പറഞ്ഞാല് സാറ് പറഞ്ഞതുപോലെ വീക്കിലി ഒരു ആഴ്ചക്ക് ഒരു കോഡ് എന്നുള്ള നിലയിൽ പഠിച്ചാല്
പിന്നെ ഒരു മാസത്തേക്ക് ആ 4 കോഡ് പഠിച്ചു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ അപ്പൊ ഒരുപാട് നന്ദി. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സാറിന്റെ നമ്പർ ഇതിൽ ഷെയർ ചെയ്യാം. സാറിന്റെ നമ്പർ കൊടുക്കാമല്ലോ അല്ലെ? കാരണം ഇതിനെപ്പറ്റി കൊടുക്കും കൊടുക്കും. ഡീറ്റെയിൽ ആയിട്ട് ആ, പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇടാം. ഈ ഗ്രൂപ്പിൽ ആ, ഞാൻ ഏതായാലും ഷെയർ ചെയ്യാം. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ സാറിനെ കോൺടാക്ട് ചെയ്യാം. കാരണം എനക്കും മനസ്സിലായത്, ഞാൻ വിചാരിച്ചത് ലേബർ കോഡൊക്കെ ഈസി ആയിരിക്കും, പക്ഷെ ഇരുന്നപ്പോ മനസ്സിലായത് ഇതിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കാരണം ഇതൊരു ഇരുന്ന് പഠിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പൊ ഒരുപാട്, കാരണം ഈ പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ കൂടുമ്പോ, അതുപോലെ തന്നെ അതിന് ഷമീൽ സാർ അതിന്റെ കൂടുതൽ എനിക്കൊന്ന് ആ പോഷ് ആക്ടും കൂടി ഒന്നും കൂടി ഉഷാറാക്കിയത് കൊണ്ട് പിന്നെ ഗംഭീരായി തോന്നി പരിപാടി. കാരണം അതെ പല സ്ഥലത്തും കാരണം ഇപ്പൊ ഈ സ്ത്രീകളെക്ക് ഇത്രയും സമയം കൊടുക്കാന്നും പറയുന്നു, പോഷ് ആക്ട് വേറെയും വന്നു. അപ്പോൾ അതെ കുറച്ചും കൂടി ലേബർ ആക്ട് കുറച്ചും കൂടി സ്ട്രോങ് ആവുകയാണ്. അപ്പൊ ഇത് സീരിയസ് ആയിട്ട് പഠിക്കണ്ടെങ്കിൽ ഷമീൽ സാറെ കോൺടാക്ട് ചെയ്യാം. സാറ് ഗ്രൂപ്പിലുണ്ട്, ഞാൻ ഒന്നും കൂടി സാറിന്റെ നമ്പർ ഷെയർ ചെയ്യാം, കോൺടാക്ട് ചെയ്യാം സാറിന്. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പഠനം, അപ്പൊ എനിക്കൊന്ന് സന്തോഷ് സാറിനൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം ആവശ്യമാണെന്ന് തോന്നുന്നതിൽ വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഓക്കെ. താങ്ക് താങ്ക് യു. ഓക്കെ താങ്ക് യു. താങ്ക് യു. ഓക്കെ. Thank you. താങ്ക് യു. Thanks to Shamil sir and thanks to Baiju also for ഓക്കെ arranging this relevant session today. താങ്ക് യു. ഓക്കെ. താങ്ക് യു. Thank you.